കുട്ടികളുടെ ആഗ്രഹമാണ് ഒരു ഡോക്ടർ ആവുക എന്നുള്ളത്. അപ്പൊ അത് പാരന്റ്സിന്റെ ആഗ്രഹമാണ്. എന്റെ മകൻ അല്ലെങ്കിൽ മകള് പഠിച്ചൊരു ഡോക്ടർ ആവുക എന്നുള്ളത് പാരന്റ്സിന്റെയും ഒരുപാട് ആഗ്രഹമുള്ള ഒരു കാര്യമാണ്. പുറത്തു പോയി ജോലി ചെയ്യുക, സെറ്റിൽ ചെയ്യുക, ഇതൊക്കെ എല്ലാവരുടെയും വലിയ വലിയ ഡ്രീംസിൽ പെടുന്ന കാര്യമാണ്. സോ ഇപ്പൊ നമ്മൾ MBBS പഠിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് രണ്ട് ഓപ്ഷനാണുള്ളത്, എയ്തർ ഇൻ ഇന്ത്യ ഓർ അബ്രോഡ്. അപ്പം ഇതിൽ രണ്ടും നല്ല ഓപ്ഷനാണ്. ഇന്ത്യയിൽ നമ്മളൊരു മെറിറ്റ് സീറ്റിൽ പഠിക്കുക എന്നുള്ളതും നല്ല ഓപ്ഷനാണ്. നമ്മൾ കഴിഞ്ഞ വെബിനാറിൽ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഇന്ത്യയിൽ നമുക്ക് MBBS ചെയ്യാൻ ആഗ്രഹിക്കുമ്പോൾ നേരിടുന്ന വെല്ലുവിളികൾ, അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ നീറ്റ് ഏതൊരു റേഞ്ചിൽ സ്കോർ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് കാര്യമുണ്ട്, അലോട്ട്മെന്റ്, അങ്ങനെ കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ വെബിനാറിൽ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്നെങ്കിൽ ഇന്ത്യ അല്ലെങ്കിൽ അബ്രോഡ്, രണ്ട് കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കണം. രണ്ടും നല്ലതാണ്. ബട്ട് യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ കൺട്രി ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഫീസിൽ നിന്നും ഫെസിലിറ്റീസ്, എന്തൊക്കെ ഫെസിലിറ്റീസ് ഒരു യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്നു എന്നുള്ളത് തൊട്ട് ഒരു എക്സ്പോഷറിൽ നിന്നും പ്ലേസ്മെന്റ്സ് എത്രത്തോളം അവൈലബിൾ ആണ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട്. സോ ഇന്നത്തെ വെബിനാറിൽ നമ്മൾ അർമേനിയയിലെ MBBS അല്ലെങ്കിൽ ആ കോഴ്സ് എങ്ങനെ പഠിക്കാം, അല്ലെങ്കിൽ ഏത് യൂണിവേഴ്സിറ്റി പഠിക്കാം, ഏതാണ് അക്രഡിറ്റഡ് യൂണിവേഴ്സിറ്റി, അതൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. അതിന്റെ ബെനിഫിറ്റ്സ്, ഡ്രോബാക്സ് എല്ലാം നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ ഐ എം വെൽക്കമിങ് എവ്രി വൺ ടു ദ വെബിനാർ കണ്ടക്ടഡ് ബൈ വെസ്റ്റ്മൗണ്ട് സ്റ്റഡി അബ്രോഡ് ഓൺ MBBS ഇൻ അർമീനിയ. സോ ഇന്ന് നമ്മുടെ കൂടെ ഈ വെബിനാറിൽ ജോയിൻ ചെയ്യുന്നത് കുറേ സ്പെഷ്യൽ ഗസ്റ്റസ് നമുക്കുണ്ട്. ഫസ്റ്റ് ഡോക്ടർ ഋഷികേഷ് സാർ ആണ്. സാർ ഡോക്ടറാണ് ആൻഡ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റിന്റെ റെപ്രസെന്റേറ്റീവ് ആണ്. പിന്നെ ഡോക്ടർ ഷെഹൻഷാ സാർ ഓൾറെഡി അർമേനിയയിൽ നിന്ന് പഠിച്ച് പാസ് ഔട്ട് ആയ ഡോക്ടറാണ്. പിന്നെ ഓൾറെഡി ഇപ്പൊ അവിടെ ഫസ്റ്റ് ഇയറിൽ പഠിക്കുന്ന സ്റ്റുഡന്റ്, തേർഡ് ഇയറിൽ പഠിക്കുന്ന സ്റ്റുഡന്റ്, ഓൾറെഡി പഠിക്കുന്ന കുട്ടികളുടെ പേരൻസ് എല്ലാവരും നമ്മുടെ കൂടെ നിന്ന് ജോയിൻ ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മള് പാരന്റ് ആയിട്ട് ജോയിൻ ചെയ്യുന്നത് സുജാ മാം ആണ്. മാം ഒരു സ്കൂളിന്റെ വൈസ് പ്രിൻസിപ്പൾ ആണ്. അപ്പം എല്ലാവരും ഈ പ്രോഗ്രാമിൽ ഓൾറെഡി ജോയിൻഡ് ആണ്. സോ നമ്മളിത് ഒരുപാട് നീട്ടിക്കൊണ്ട് പോകുന്നില്ല. ആൻഡ് ഈ ഒരു സൂം എന്ന പ്ലാറ്റ്ഫോം അല്ലാതെ തന്നെ യൂട്യൂബ് ലൈവിലും നമ്മുടെ വെസ്റ്റ്മൗണ്ടിന്റെ ഈ വെബിനാർ ലൈവായിട്ട് നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട്. സോ അതിലും നമുക്ക് വ്യൂവേഴ്സ് ഉണ്ട്. ഈ വെബിനാറിന്റെ എൻഡിൽ, അതായത് സാറിന്റെ പ്രസന്റേഷന് ശേഷം നിങ്ങൾക്ക് Q&A സെഷൻ ഓപ്പൺ ആണ്. അതിൽ നിങ്ങൾക്ക് ചാറ്റ് ബോക്സ് യൂസ് ചെയ്യാം. നിങ്ങളുടെ ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചാറ്റ് ബോക്സ് യൂസ് ചെയ്യാം. ഈ എല്ലാവരോടും നിങ്ങൾക്ക് ഇതിനെപ്പറ്റിയുള്ള എല്ലാ ഡൗട്ട്സും ഡയറക്റ്റ്ലി തന്നെ ചോദിക്കാവുന്നതാണ് കേട്ടോ. അപ്പൊ ഞാൻ ആദ്യം എന്നെ തന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് ഡോക്ടർ ഋഷികേഷ്. ഞാൻ എർബുനി മെഡിക്കൽ യൂണിവേഴ്സിറ്റിയുടെ യൂണിവേഴ്സിറ്റി റെപ്രസെന്റേറ്റീവ് ആണ്. അതേപോലെ തന്നെ എർബുനി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങിയ ഒരാളാണ്. അപ്പം എബ്രോഡ് MBBS പോകുമ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. എന്ന് പറയുമ്പം എങ്ങനെയുള്ള യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യണം, എങ്ങനെയുള്ള കൺട്രി സെലക്ട് ചെയ്യണം, അങ്ങനെ കുറേ കാര്യങ്ങൾ അറിയാനുണ്ട്. അപ്പം അതൊക്കെ നോക്കിയിട്ട് മാത്രമേ ഒരാൾ എബ്രോഡ് പോകാവൂ. അല്ലെങ്കിൽ കുറേ ചതിക്കുഴികളും ബാക്കിയുള്ള കുറേ കാര്യങ്ങളുണ്ട്. അപ്പം എങ്ങനെയുള്ള കൺട്രി ചൂസ് ചെയ്യണം, അല്ലെങ്കിൽ എങ്ങനെയുള്ള യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യണം, എങ്ങനെ ഒരു ബെറ്റർ യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യാം, അതെല്ലാം നമ്മൾ ഈ ഒരു വെബിനാറിൽ ക്ലിയർ ചെയ്യും. അപ്പം ബാക്കിയുള്ള എന്ന് പറയുമ്പം ഈ ഒരു വെബിനാർ കൊണ്ട് നിങ്ങൾ A to Z എബ്രോഡ് MBBSന്റെ കാര്യം പഠിച്ചിരിക്കണം. അപ്പൊ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചാറ്റ് ബോക്സിൽ ഇടാം. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമുക്ക് ഈ വെബിനാർ കൊണ്ട് ക്ലിയർ ചെയ്യാം കേട്ടോ. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ആദ്യമേ എങ്ങനെയുള്ള കൺട്രി ചൂസ് ചെയ്യണം അത് നമുക്ക് നോക്കാം. അത് കഴിഞ്ഞിട്ട് എങ്ങനെയുള്ള യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യണം, അതിന്റെ എല്ലാ കാര്യങ്ങളും നോക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ, അതായത് എർബുനി മെഡിക്കൽ യൂണിവേഴ്സിറ്റി അർമേനിയയിലാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത്. ആ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന സ്റ്റുഡൻസ് നമ്മൾ ഫസ്റ്റ് ഇയേഴ്സിനെ മാത്രമല്ല ആഡ് ചെയ്യുന്നത്, സെക്കൻഡ് ഇയേഴ്സിനെ അല്ല ആഡ് ചെയ്യുന്നത്, ഫസ്റ്റ് ഇയേഴ്സിനെ ആഡ് ചെയ്യുന്നുണ്ട്, തേർഡ് ഇയേഴ്സിനെ ആഡ് ചെയ്യുന്നുണ്ട്, പാസ് ഔട്ട് ആയി പോയ ഡോക്ടേഴ്സിനെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എല്ലാം ക്ലിയർ ആയിട്ട് അറിയാൻ പറ്റും അല്ലെ. അതേപോലെ തന്നെ പേരൻസിനെയും ആഡ് ചെയ്യുന്നുണ്ട്. സ്റ്റുഡൻസിനെ മാത്രമല്ല പേരൻസിനെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് വേണമെങ്കിലും അവരുടെ അടുത്ത് ക്ലിയർ ചെയ്യാം കേട്ടോ. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എങ്ങനെയുള്ള കൺട്രി ചൂസ് ചെയ്യണം. ഓക്കെ, കൺട്രി സെലക്ഷൻ ആൻഡ് യൂണിവേഴ്സിറ്റി സെലക്ഷൻ. നമുക്ക് എങ്ങനെയുള്ള ഒരു കൺട്രി ചൂസ് ചെയ്യണം എന്ന് നമുക്ക് ആദ്യമേ നോക്കേണ്ട പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ, നമ്മൾ ഇന്ത്യക്കാരാണല്ലേ. അപ്പം ഇന്ത്യയായിട്ട് ഫ്രണ്ട്ലി റിലേഷൻഷിപ്പ് ആണോ എന്ന് നോക്കണം. നമ്മൾ ഏത് കൺട്രി ആണോ ചൂസ് ചെയ്യുന്നത് എന്ന് പറയുമ്പം അർമേനിയ ആവാം, കുറെ കൺട്രീസ് ആവാം. നമ്മൾ അതിനകത്തൊരു ബെറ്റർ ഓപ്ഷൻ ആണ് നമ്മൾ അർമേനിയ പറയുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് ഈ ഒരു വെബിനാർ കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ നമുക്ക് ചൂസ് ചെയ്യാം എങ്ങനെയുള്ള കൺട്രി ചൂസ് ചെയ്യണം. ഫ്രണ്ട്ലി റിലേഷൻഷിപ്പ് വിത്ത് ഇന്ത്യ എന്ന് പറയുമ്പം നമ്മുടെ ഇന്ത്യയായിട്ട് ഏറ്റവും ഫ്രണ്ട്ലി ആയിട്ടുള്ള കൺട്രി ആയിരിക്കണം നമ്മൾ പോകുന്ന കൺട്രി. അത് എന്തിനാണ് എന്ന് ചോദിച്ചാൽ നമുക്ക് അവിടെ ഒരു ഇഷ്യൂ വരാതിരിക്കാൻ വേണ്ടി. ഇഷ്യൂ വരുമെന്നല്ല പറയുന്നത്, എന്തേലും ഒരു ഇഷ്യൂ വരാതിരിക്കാൻ വേണ്ടിയാണ് ഇന്ത്യയായിട്ട് ഏറ്റവും ഫ്രണ്ട്ലി ആയിട്ടുള്ള കൺട്രിയിൽ നമ്മൾ പഠിക്കാൻ പോകണം എന്ന് പറയുന്നത്. അപ്പൊ അതാണ് ഫസ്റ്റ് പോയിന്റ്, ഫ്രണ്ട്ലി റിലേഷൻഷിപ്പ് വിത്ത് ഇന്ത്യ. അതാണ് ഫസ്റ്റ് നോക്കേണ്ട പോയിന്റ്. നെക്സ്റ്റ് നമുക്ക് അടുത്ത പോയിന്റ് നോക്കാം.
ആദ്യമേ ഇപ്പൊ നോക്കേണ്ടത് റിലേഷൻഷിപ്പ് വിത്ത് ഇന്ത്യ. നെക്സ്റ്റ് നമ്മൾ നോക്കേണ്ട പോയിന്റ് എന്ന് പറഞ്ഞാല് നമ്മൾ ഏത് കൺട്രിയിലാണോ പോകുന്നേ ആ കൺട്രി അഫോർഡബിൾ ആണോ എന്ന് നോക്കണം. എന്ന് പറയുമ്പം നമുക്ക് ഇപ്പം 2 വർഷത്തെ കോഴ്സ് അല്ല ഇത്, ഡിഗ്രി അത് 2 or 3 വർഷത്തെ കോഴ്സ് അല്ല ഇത്, ഇത് 6 വർഷം നിങ്ങൾക്ക് അവിടെ ചെന്ന് പഠിക്കാനുള്ളതാണ്. അപ്പം ആ പോകുന്ന കൺട്രി നിങ്ങൾക്ക് അഫോർഡബിൾ ആണോ എന്ന് നോക്കണം. അവിടെ സിറ്റുവേറ്റ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് അഫോർഡബിൾ ആണോ, ആ ഫീസ് നിങ്ങൾക്ക് അഫോർഡബിൾ ആണോ എന്ന് നോക്കണം. അപ്പൊ അതാണ് മെയിൻ ആയിട്ട് നോക്കേണ്ട കാര്യം. ഒരു കൺട്രി നമ്മൾ ചൂസ് ചെയ്യുമ്പം ഫസ്റ്റ് നോക്കേണ്ട കാര്യം ഇന്ത്യൻസിനെ അവിടെ വില കൊടുക്കുന്നുണ്ട്. അതാണ് നേരത്തെ ഫ്രണ്ട്ഷിപ്പിന്റെ കാര്യം പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കേണ്ട കാര്യം അഫോർഡബിൾ ഫീസ് എന്ന് പറയുമ്പം നമുക്ക് എക്സ്പെൻസസും യൂണിവേഴ്സിറ്റി ഫീസും എല്ലാം നമ്മളെയും കൊണ്ട് അഫോർഡ് ചെയ്യാൻ പറ്റുമോ, അതാണ് രണ്ടാമത്തെ പോയിന്റ്. അപ്പൊ 2 പോയിന്റ് നമ്മളിപ്പം ക്ലിയർ ചെയ്തു. അടുത്ത നെക്സ്റ്റ് പോയിന്റ് നമുക്ക് നോക്കാം. എല്ലാവരും സ്ക്രീനോടൊന്ന് നോക്കിക്കോ കേട്ടോ, അപ്പൊ ഇച്ചിരൂടെ ക്ലിയർ ആവും. നമ്മൾ പോയിന്റ്സ് ഇട്ടിട്ടുണ്ട് അതിനകത്ത്. അടുത്തത് കൺട്രി ക്രൈറ്റീരിയയിൽ നമുക്ക് നോക്കാം. ഗ്ലോബലി വാലിഡ് ഡിഗ്രി എന്ന് പറയുമ്പം നമ്മൾ ഏത് കൺട്രി ആണോ ചൂസ് ചെയ്യുന്നത് ആ കൺട്രിയിൽ 6 വർഷത്തെ കോഴ്സ് കഴിഞ്ഞിട്ട് ഡിഗ്രി ഗ്ലോബലി വാലിഡ് ആണോ എന്ന് നോക്കണം. എന്ന് പറയുമ്പം നിങ്ങളിപ്പോ അർമേനിയയിലാണ് വരുന്നെങ്കിൽ അർമേനിയയിൽ മാത്രം വർക്ക് ചെയ്താൽ പോരാ. നിങ്ങൾക്ക് തിരിച്ചു വന്ന് ഇന്ത്യയിൽ വർക്ക് ചെയ്യണം, തിരിച്ച് ചിലപ്പോൾ US പോകണം, അല്ലെങ്കിൽ UK പോകണം, കാനഡയിൽ പോകണം. എല്ലായിടത്തും നമ്മുടെ ഡിഗ്രി വാലിഡ് ആയിരിക്കണം. അപ്പൊ അത് നോക്കണം. അങ്ങനെയുള്ള യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യുക, അങ്ങനെയുള്ള കൺട്രി സെലക്ട് ചെയ്യുക. അതാണ് മൂന്നാമത്തെ പോയിന്റ്. ഗ്ലോബലി വാലിഡ് ആയിരിക്കണം. ഗ്ലോബലി വാലിഡ് എന്ന് പറഞ്ഞാൽ എവിടെ വേണമെങ്കിലും എല്ലാ സ്ഥലത്തും, അത് ഇന്ന സ്ഥലമെന്നില്ല, എല്ലാ സ്ഥലത്തും വാലിഡ് ആയിരിക്കണം ഡിഗ്രി. അതാണ് മെയിൻ അടുത്ത പോയിന്റ്. നമുക്ക് നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് പോയിന്റ് നമുക്ക് നോക്കാം. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ മെയിൻ ആയിട്ട് ഒരു കൺട്രി സെലക്ഷനിൽ മെയിൻ ആയിട്ട് നോക്കേണ്ട ഒരു പോയിന്റ് ആണ് സെക്യൂരിറ്റി ആണ് മെയിൻ ആയിട്ട് നോക്കേണ്ടത് അല്ലേ. ഒരു സ്റ്റുഡൻസിന്റെ സേഫ്റ്റി ആണ് മെയിൻ ആയിട്ട് നോക്കേണ്ടത്. അത് ഗേൾ ആണെങ്കിലും ബോയ് ആണെങ്കിലും ഏറ്റവും മെയിൻ ആയിട്ട് നോക്കേണ്ട പോയിന്റ്. അത് പേരൻസിന്റെ കൺസേണും അങ്ങനെയാണ്. എന്ന് പറയുമ്പം നമ്മൾ കുറെ വർഷമായിട്ട് ഇങ്ങനെ സ്റ്റുഡൻസിന് വേണ്ടി വർക്ക് ചെയ്യുന്നതാണ്. അപ്പം പേരൻസ് മിക്കുള്ളവരും നമ്മുടെ അടുത്ത് ഫസ്റ്റ് ചോദിക്കുന്ന പോയിന്റ് സേഫ്റ്റിയുടെ കാര്യമാണ്. അത് ഗേൾസിന്റെ മാത്രമല്ല ബോയ്സിന്റെ ആണെങ്കിലും നമ്മുടെ അടുത്ത് ഫസ്റ്റ് ചോദിക്കുന്ന പോയിന്റ് സെക്യൂരിറ്റി ആണ്. അപ്പൊ നമ്മൾ ഫസ്റ്റ് ഒരു കൺട്രിയിൽ നമ്മൾ പോകുമ്പോൾ അവിടെ ഇന്ത്യൻ എംബസി ഉണ്ടോ എന്ന് നോക്കണം. എന്ന് പറയുമ്പം നമ്മൾ ഏത് കൺട്രിയിലോട്ടാണോ പഠിക്കാൻ പോകുന്നത് അവിടെ ഇന്ത്യൻ എംബസി ഉണ്ടോ എന്ന് നോക്കണം. അത് എങ്ങനെ നോക്കണം എന്ന് ചോദിച്ചാൽ ഇപ്പൊ അറിയാലോ, A to Z കാര്യം ഗൂഗിളിൽ കിട്ടും. നിങ്ങൾക്ക് അപ്രൂവൽസോ അല്ലെങ്കിൽ എംബസിയുടെ കാര്യമോ എല്ലാം നമുക്ക് ഗൂഗിളിൽ കിട്ടും. അപ്പൊ ഗൂഗിളിൽ നോക്കിയാൽ മതി നിങ്ങൾ പോകുന്ന കൺട്രി അല്ലെങ്കിൽ ചൂസ് ചെയ്യുന്ന കൺട്രിയിൽ ഇന്ത്യൻ എംബസി ഉണ്ടോ എന്ന്. അത് സെക്യൂരിറ്റിയുടെ ഭാഗമായിട്ട് നമ്മൾ പറയുന്നതാണ്. മിക്കുള്ള ഏജൻസീസും ഒന്നും ഇത് പറഞ്ഞു തരില്ല. അപ്പം നമ്മൾ ഉള്ള കാര്യങ്ങൾ ട്രാൻസ്പെറന്റ് ആയിട്ടാണ് പറയുന്നത്. അപ്പം നമ്മൾ നോക്കേണ്ട കാര്യം ഇന്ത്യൻ എംബസി ഉണ്ടോ എന്ന് നോക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈസി ട്രാവൽ ആണ് എന്ന് പറയുമ്പോൾ സ്റ്റുഡൻസിനാണെങ്കിലും പേരൻസിനാണെങ്കിലും ഈസി ട്രാവൽ. നമ്മളിപ്പോൾ ചൂസ് ചെയ്യുന്ന കൺട്രിയിലോട്ട് ഈസി ആയിട്ട് വിസ കിട്ടുമോ, റിജക്ഷൻ ഇല്ലാതെ വിസ കിട്ടുമോ എന്ന് പറയുമ്പോൾ ഏതൊരു ടൈമിലും പേരൻസിന് സ്റ്റുഡൻസിനെ നോക്കാൻ പോകാനും ഒക്കെ പറ്റണം. അതാണ് വേറൊരു കാര്യം. കൺട്രി സെലക്ഷനിൽ അത് മെയിൻ ആയിട്ട് നമ്മൾ നോക്കേണ്ട കാര്യങ്ങളാണ്. കൺട്രി സെലക്ഷനിൽ ഇത്ര കാര്യങ്ങളാണ് ഉള്ളത്. എങ്ങനെയുള്ള യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യണം എന്നുള്ളത് നമുക്ക് നോക്കാം. നെക്സ്റ്റ് പോയിന്റ് നമുക്ക് നോക്കാം. യൂണിവേഴ്സിറ്റി സെലക്ഷനിൽ നമ്മൾ മെയിൻ ആയിട്ട് MBBS ആണ് പഠിക്കാൻ പറ്റുന്നത്. അപ്പം നമ്മൾ നാട്ടിൽ തിരിച്ചു വന്ന് വർക്ക് ചെയ്യുമ്പം NMC അപ്രൂവ്ഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റി ആയിരിക്കണം. അങ്ങനെയുള്ള കുറച്ച് നിയമങ്ങളുണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ അതേപോലെ തന്നെ നമ്മൾ മെയിൻ ആയിട്ട് നോക്കേണ്ട ഒരു കാര്യമാണ് ഇംഗ്ലീഷ് മീഡിയത്തിലാണോ ക്ലാസ് എന്ന് നോക്കണം. നമ്മൾ പഠിക്കാൻ പോകുന്ന കോഴ്സ് ഇപ്പൊ കുറെ രാജ്യങ്ങളുണ്ട്, റഷ്യ, ബാക്കിയുള്ള കുറെ രാജ്യങ്ങളുണ്ട്. ഉസ്ബെക്കിസ്ഥാൻ ഉണ്ട്, റഷ്യ ഉണ്ട്, കുറെ രാജ്യങ്ങളുണ്ട്. ഉക്രൈൻ ഉണ്ടായിരുന്നു. അപ്പം ഇപ്പൊ വാറിന്റെ സിറ്റുവേഷൻ വന്നിട്ട് ഉക്രൈൻ അങ്ങനെയാണ്, ഇപ്പം റീസ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് ഉക്രൈൻ. ഓക്കെ, അപ്പം അങ്ങനെയുള്ള കൺട്രീസിൽ പോകുമ്പം ലാംഗ്വേജ് ആണ് മെയിൻ ആയിട്ട് നോക്കേണ്ടത്. നിങ്ങൾ പഠിക്കുന്ന കോഴ്സ് ഇംഗ്ലീഷ് മീഡിയത്തിലാണോ നോക്കണം. അല്ലെങ്കിൽ നമ്മുടെ NMC റൂൾസിന് എഗനിസ്റ്റ് ആണ്. NMC റൂൾസിന്റെ ഫസ്റ്റ് പോയിന്റ് തന്നെ ഇംഗ്ലീഷ് മീഡിയം ആയിരിക്കണം നിങ്ങൾ പഠിക്കുന്നത്. അപ്പൊ അതും പ്രത്യേകം നോക്കേണ്ട കാര്യമാണ്. അപ്പൊ യൂണിവേഴ്സിറ്റി സെലക്ഷനിൽ ഫസ്റ്റ് നിങ്ങൾ നോക്കേണ്ടത് നിങ്ങൾ പഠിക്കുന്ന കോഴ്സ് ഇംഗ്ലീഷ് മീഡിയത്തിലായിരിക്കണം. അടുത്ത പോയിന്റ് നമുക്ക് നോക്കാം. അതിനകത്ത് നമ്മൾ കൺട്രി സെലക്ഷനിൽ പറഞ്ഞ പോലെ തന്നെ ഫീസിന്റെ കാര്യത്തിൽ നമുക്കിപ്പം 1 വർഷം 10 ലക്ഷം രൂപയുടെ ഫീസ് വരുന്ന യൂണിവേഴ്സിറ്റി ഉണ്ട്, 3 ലക്ഷം രൂപയുടെ ഫീസ് വരുന്ന യൂണിവേഴ്സിറ്റി ഉണ്ട്, 5 ലക്ഷം രൂപയുടെ ഫീസ് വരുന്ന യൂണിവേഴ്സിറ്റി ഉണ്ട്. നമ്മളെയും കൊണ്ട് അഫോർഡ് ചെയ്യാൻ പറ്റുന്നതാണോ ഫീസ് എന്ന് നോക്കണം. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്കിത് 2 വർഷത്തെ കോഴ്സ് അല്ല, അല്ലെങ്കിൽ 1 വർഷത്തെ കോഴ്സ് അല്ല ഇത്. നമുക്ക് 6 വർഷം അർമേനിയ നിൽക്കാനുള്ളവരാണ്, അല്ലെങ്കിൽ ഏത് കൺട്രി ആണോ ചൂസ് ചെയ്യുന്നത് അവിടെ നിൽക്കാനുള്ളവരാണ്. അപ്പം 6 വർഷത്തെയും ഫീസ് നിങ്ങളെയും കൊണ്ട് അടയ്ക്കാൻ പറ്റുമോ എന്ന് നോക്കണം. അത് മെയിൻ ഒരു കാര്യമാണ്. കാരണം 2ാമത്തെ വർഷം കഴിഞ്ഞിട്ട് ഫീസ് അടയ്ക്കാനില്ലെങ്കിൽ ആ 2 വർഷം അടച്ച പൈസയും പോവും,
നിങ്ങളുടെ ഡിഗ്രിയും ഇല്ലാതാവും. അപ്പൊ അത് മെയിൻ ആയിട്ട് നോക്കേണ്ട കാര്യമാണ്. അഫോർഡബിൾ ഫീസ് ആണോ എന്ന് നോക്കണം. നെക്സ്റ്റ് പോയിന്റ് നോക്കാം. ഓക്കെ, ഇനിയാണ് യൂണിവേഴ്സിറ്റി അപ്രൂവൽസ്. ഈ അപ്രൂവൽസിന്റെ കാര്യം മിക്കുള്ള ഏജൻസീസ് ഒന്നും പറയില്ല. അവരാകെ 2 അപ്രൂവലിന്റെ കാര്യമൊക്കെ പറയാറുള്ളൂ. എന്ന് പറയുമ്പം ഗൂഗിളിൽ നോക്കുമ്പോൾ കിട്ടുന്ന 2 അപ്രൂവൽസിന്റെ കാര്യം മാത്രമേ മിക്കുള്ള, എല്ലാവരെയും ഞാൻ പറയില്ല, ഒരു 60% ഏജൻസീസും അത് മാത്രമേ പറയാറുള്ളൂ. ബട്ട് അങ്ങനെയല്ല, നമുക്ക് കുറെ അപ്രൂവൽസ് ഉണ്ട്. അതെല്ലാം അപ്രൂവ് ആണെങ്കിൽ മാത്രമേ ഇന്ത്യയിൽ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ, UK വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ, US വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ, അങ്ങനെയുള്ള കൺട്രീസിലെല്ലാം വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അത് എന്തൊക്കെ അപ്രൂവൽ ആണെന്ന് നമുക്ക് നോക്കാം. WHO എന്ന് പറഞ്ഞാൽ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ആണ്. അതിന്റെ അപ്രൂവൽ നമ്മൾ പഠിക്കുന്ന യൂണിവേഴ്സിറ്റിക്ക് വേണം. അടുത്തത് NMC എന്ന് പറഞ്ഞാൽ നാഷണൽ മെഡിക്കൽ കമ്മീഷൻ ആണ്. അത് തിരിച്ച് നമുക്ക് ഇന്ത്യയിൽ വന്ന് വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ NMC അപ്രൂവ്ഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റി പഠിച്ചാലേ പറ്റുള്ളൂ. അടുത്തത് ECFMG എന്ന് പറഞ്ഞാൽ നമുക്ക് US UK വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ECFMG അപ്രൂവ്ഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റി പഠിച്ചാൽ മാത്രമേ പറ്റത്തുള്ളൂ. അപ്പൊ നമ്മൾ ഇതെല്ലാം നോക്കിയിരിക്കണം. പിന്നെ IAR എന്ന് പറഞ്ഞാൽ നമുക്ക് ഇൻഡിപെൻഡന്റ് ഏജൻസി ആണ്. അത് യൂണിവേഴ്സിറ്റിയുടെ ക്വാളിറ്റിയും ബാക്കിയുള്ള കാര്യങ്ങളും വെച്ചിട്ടാണ് IAR കൊടുക്കുന്നത്. WFM സെയിം ആണ്, വേൾഡ് ഫെഡറേഷൻ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ആണ്. എന്ന് പറയുമ്പം നമ്മുടെ ഒരു എഡ്യൂക്കേഷന്റെ ക്വാളിറ്റി, യൂണിവേഴ്സിറ്റിയുടെ ക്വാളിറ്റി വെച്ചിട്ടാണ് ആ ഒരു അപ്രൂവൽ കൊടുക്കുന്നത്. അപ്പം ഇത്രയും അപ്രൂവലും ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ഒരു യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യാവൂ. കാരണം ഇത് മിക്കുള്ള ഏജൻസീസും പറഞ്ഞു തരില്ല. ഈ ഇത്രയും കാര്യങ്ങളും നിങ്ങൾക്ക് ഗൂഗിളിൽ നോക്കിയാൽ കറക്റ്റ് മനസ്സിലാവും. ഗൂഗിളിൽ നോക്കിയാൽ കറക്റ്റ് അപ്രൂവൽസ് ഏതൊക്കെ യൂണിവേഴ്സിറ്റീസിന് ഉണ്ടെന്നും മനസ്സിലാവും. ഓക്കെ, അപ്പം WHO, NMC, ECFMG, IAR, WFME ഇത്രയും അപ്രൂവൽ നോക്കണം. അതേപോലെ തന്നെ മെയിൻ ആയിട്ടുള്ള വേറൊരു കാര്യമാണ് യൂണിവേഴ്സിറ്റിയിൽ ഇന്ത്യൻ കമ്മ്യൂണിറ്റി ഉണ്ടോ എന്ന് നോക്കണം. യൂണിവേഴ്സിറ്റിയിൽ ഇന്ത്യൻ കമ്മ്യൂണിറ്റി ഉണ്ടോ എന്ന് നോക്കാൻ പറഞ്ഞതിന്റെ കാരണം കുറെ സ്റ്റുഡൻസിനാണെങ്കിലും പേരൻസിനാണെങ്കിലും റാങ്കിങ് ഉണ്ടോ എന്നൊക്കെ ടെൻഷൻ ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു കാര്യവും ഇല്ല എന്ന് ആദ്യമേ ഉറപ്പുവരുത്തുക. ഇന്ത്യൻ കമ്മ്യൂണിറ്റി യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. അത് അവിടെയുള്ള സ്റ്റുഡൻസിന്റെ അടുത്തോ നമ്മളിപ്പം തരുന്ന ഓപ്ഷൻ, നിങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയ ഓപ്പർച്യൂണിറ്റി ആണ് വെസ്റ്റ് മൗണ്ട് ഇന്ന് തന്നേക്കുന്ന വെബിനാർ എന്ന് പറയുമ്പം ഒരിക്കലും ഒരു ഏജൻസീസ് സ്റ്റുഡൻസിനെ വെച്ചിട്ടോ സ്റ്റുഡൻസിന്റെ പേരൻസിനെ വെച്ചിട്ടോ വെബിനാർ നടത്തുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ. അപ്പൊ നിങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയ ഓപ്പർച്യൂണിറ്റി ആണത്. അപ്പം അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. അപ്പം അവിടെ പഠിക്കുന്ന സ്റ്റുഡൻസിന്റെ അടുത്ത് ചോദിച്ചാൽ മതി, അല്ലെങ്കിൽ പേരൻസിന്റെ അടുത്ത് ചോദിച്ചാൽ മതി. അവിടെ എങ്ങനെയാണ്, റാങ്കിങ് ഉണ്ടോ, എങ്ങനെയാണ് പേരൻസ് അല്ലെങ്കിൽ സീനിയേഴ്സ് എല്ലാം നിങ്ങൾക്ക് എങ്ങനെയാണ്, നല്ല കമ്പനി ആണോ എന്നൊക്കെ അത് ചോദിച്ചാൽ മതി. അപ്പൊ അത് മെയിൻ ഒരു പോയിന്റ് ആണ്. ഇന്ത്യൻ കമ്മ്യൂണിറ്റി യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടോ എന്ന് നോക്കുക. നെക്സ്റ്റ് നമുക്ക് നോക്കാം. അതേപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട MBBSന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഓൺ ഹോസ്പിറ്റൽ. നമ്മൾ ഏത് യൂണിവേഴ്സിറ്റിയിലാണോ പഠിക്കുന്നത് അവിടെ ഓൺ ഹോസ്പിറ്റൽ ഉണ്ടോ എന്ന് നോക്കുക. എന്ന് പറയുമ്പം ഇത് വേറെ കോഴ്സുകൾ, വേറെ ഒരു കോഴ്സും അല്ല, ഡിഗ്രി കോഴ്സും വേറെ ഒരു കോഴ്സും അല്ല, ഇത് MBBS ആണ്. നിങ്ങൾ ഒരു രോഗിയെ നോക്കാനുള്ള ആളാണല്ലേ. അപ്പം ഏറ്റവും കൂടുതൽ വേണ്ടുന്നത് പ്രാക്ടിക്കൽസ് ആണ്. അപ്പം നിങ്ങൾ പഠിക്കുന്ന യൂണിവേഴ്സിറ്റിക്ക് സ്വന്തമായിട്ട് ഹോസ്പിറ്റൽ ഉണ്ടെങ്കിൽ മാത്രമേ ആ യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യാവൂ. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രാക്ടിക്കൽസിന്റെ അളവ് കുറയും. എന്ന് പറയുമ്പോൾ നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ സെക്കൻഡ് ഇയർ തൊട്ട് പ്രാക്ടിക്കൽസ് കിട്ടുന്നുണ്ട്. അപ്പം സ്വന്തമായിട്ട് ഒരു ഹോസ്പിറ്റൽ ഉണ്ടായോണ്ടാണ് അത് കിട്ടുന്നത്. അപ്പൊ അത് മെയിൻ ഒരു പോയിന്റ് ആണ്. നിങ്ങൾ ഏത് യൂണിവേഴ്സിറ്റി നോക്കിയാലും സ്വന്തമായിട്ട് ഹോസ്പിറ്റൽ ഉണ്ടോ എന്ന് നോക്കണം. അടുത്ത് നോക്കാം നമുക്ക്. അടുത്തത് ഇതും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്രൂവൽ, നമ്മൾ ഏത് കൺട്രിയിലാണോ പോകുന്നത് ആ കൺട്രിയുടെ അപ്രൂവൽ ഉണ്ടോ എന്ന് നോക്കണം. എന്ന് പറയുമ്പോൾ നമ്മൾ ഏത് കൺട്രി ആണെങ്കിലും ആ കൺട്രിക്ക് മിനിസ്ട്രി കാണും, എഡ്യൂക്കേഷൻ മിനിസ്ട്രി ആണ്. ആ എഡ്യൂക്കേഷൻ മിനിസ്ട്രി അപ്രൂവ് ആയ യൂണിവേഴ്സിറ്റി ആണോ നോക്കണം. അതും ഗൂഗിളിൽ നോക്കിയാൽ അറിയാൻ പറ്റും. അതിന്റെ MOയും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഗൂഗിളിൽ കിട്ടും. അതല്ലെങ്കിൽ നമ്മൾ തന്നെ ഷെയർ ചെയ്ത് തരാം. ബാക്കിയുള്ള എല്ലാ ഡോക്യുമെന്റ്സും നമ്മൾ തന്നെ ഷെയർ ചെയ്ത് തരാം. അപ്പൊ ഇതെല്ലാം നമ്മൾ നോക്കേണ്ട ആവശ്യമാണ്. ഏത് കൺട്രി ആണോ പോകുന്നത് ആ കൺട്രിയുടെ ഗവൺമെന്റ് അപ്രൂവ് ആയ യൂണിവേഴ്സിറ്റി ആണോ നോക്കണം. അതാണ് വേറൊരു പോയിന്റ്. അതേപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം ഞാൻ പറയാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഒരു യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ഫസ്റ്റ്ലി നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ പഠിക്കുന്ന സ്റ്റുഡൻസ് ആയിട്ട് സംസാരിക്കുക. എന്ന് പറയുമ്പം അവിടെ പഠിക്കുന്ന ഫസ്റ്റ് ഇയേഴ്സിന്റെ അടുത്തല്ല, ഞാൻ അങ്ങനെ മാത്രമല്ല പറയുന്നത്, ഏതൊരു ഇയറിലെ സ്റ്റുഡന്റ് ആണെങ്കിലും അവർക്ക് അറിയാൻ പറ്റും അവിടെ എന്തൊക്കെയാണ് പഠിപ്പിക്കുന്നത്. ഇപ്പം ഈ ഏജൻസ് പറയുന്നത് സത്യമാണോ അല്ലെങ്കിൽ അവര് വെറുതെ പ്രൊമോഷന് വേണ്ടി പറയുന്നതാണോ എന്ന് കറക്റ്റ് അറിയാൻ പറ്റും. അപ്പം അവിടെ പഠിക്കുന്ന സ്റ്റുഡൻസുമായിട്ട് നിങ്ങൾക്ക് സംസാരിച്ചാൽ കറക്റ്റ് അറിയാൻ പറ്റും അവിടുത്തെ കാര്യങ്ങൾ എങ്ങനെയാണെന്ന്, അല്ലേ. അപ്പൊ ഞാൻ ഒരു എക്സാമ്പിൾ രീതി പറയാം. നിങ്ങൾ ഒരു കടയിൽ പോയി ഒരു സാധനം വാങ്ങിക്കുന്നു.
ഒരു സാധനം വാങ്ങിക്കുമ്പോൾ ആ കടക്കാരൻ, അതായത് അത് വിൽക്കാൻ നിൽക്കുന്ന ആള് ഭയങ്കര പ്രൊമോഷൻ ചെയ്യും എന്ന് പറഞ്ഞാൽ ഈ സാധനം അങ്ങനെയാണ്, ഈ സാധനം ഇങ്ങനെയാണ് എന്നൊക്കെ പറയും. ബട്ട് അത് വാങ്ങിച്ച് യൂസ് ചെയ്ത ഒരാൾക്ക് മാത്രമേ അത് എത്രയും പെർഫെക്റ്റ് ആയിരുന്നു, അത് എത്രയും കറക്റ്റ് കാര്യമാണെന്ന് അറിയാൻ പറ്റൂ. സെയിം രീതിയാണ് സ്റ്റുഡൻസിന്റെ. ആ വാങ്ങിച്ച ആളാണ് സ്റ്റുഡൻസ്. ആ രീതിയിൽ നിങ്ങൾ നോക്കിയാൽ മതി. അപ്പം ഏറ്റവും മെയിൻ ആയിട്ട് കിട്ടേണ്ടത് സ്റ്റുഡന്റ് റിവ്യൂ ആണ്. അപ്പൊ അത് മെയിൻ ഒരു കാര്യമാണ്. ഓക്കെ, ഇനി അർമേനിയ എന്ന് പറയുന്ന ഡെസ്റ്റിനേഷൻ എങ്ങനെയാണ് ഇന്ത്യൻ സ്റ്റുഡൻസിന്, അവർ സേഫ് ആണോ, അർമേനിയ എങ്ങനെയാണ്, ബഡ്ജറ്റിന്റെ കാര്യത്തിൽ എങ്ങനെയാണ്, ഇനി നമുക്ക് അർമേനിയയെ കുറിച്ച് പറയാം. ഓക്കെ, നെക്സ്റ്റ് എടുത്തോ. ഓക്കെ, അർമേനിയയുടെ കാര്യം പറയുമ്പോൾ ലോ ക്രൈം റേറ്റ് ആണ് എന്ന് പറയുമ്പം ഏറ്റവും സേഫ് ആയിട്ടുള്ള കൺട്രിയാണ്. 2024 7th റാങ്ക് ആണ് സേഫസ്റ്റ് കൺട്രിയിൽ. വേൾഡിൽ സേഫസ്റ്റ് കൺട്രിയിൽ 7th റാങ്ക് ആണ് അർമേനിയക്ക് ഉള്ളത്. അതേപോലെ തന്നെ ബ്യൂട്ടിഫുൾ കൺട്രിയാണ്. നിങ്ങൾക്ക് ഇപ്പം ഗൂഗിളിൽ ചെയ്ത് നോക്കിയാലും എല്ലാം കാണാൻ പറ്റും. അത്രയും ഡെവലപ്ഡ് ആയ യൂറോപ്യൻ സ്റ്റാൻഡേർഡ് ഉള്ള കൺട്രിയാണ്. പിന്നെ ലിവിങ് എക്സ്പെൻസ് ഭയങ്കര അഫോർഡബിൾ ആണ് എന്ന് പറഞ്ഞാൽ ഏകദേശം നമ്മുടെ നാട്ടിലെ സെയിം ആണെന്ന് ഞാൻ പറയില്ല, ഏകദേശം നാട്ടിലെയും കമ്പാരിറ്റീവ്ലി സെയിം ആണ്. ഏകദേശം നമുക്ക് പറ്റുന്ന രീതിയിലുള്ള ഒരു എക്സ്പെൻസ് ആണ്, നോർമൽ ആൾക്കാർക്ക് പറ്റുന്ന രീതിയിലുള്ള എക്സ്പെൻസ് ആണ് അർമേനിയക്ക് ഉള്ളത്. അപ്പം എന്തുകൊണ്ടും അഫോർഡബിളും ആണ്, അതേപോലെ തന്നെ യൂറോപ്യൻ സ്റ്റാൻഡേർഡ് ഉള്ള ഒരു കൺട്രിയാണ് അർമേനിയ. അടുത്ത് നോക്കാം നമുക്ക്. ഇത് കുറച്ച് ഫോട്ടോസ് ആണ് അർമേനിയയിലെ. നോക്കിയാൽ മതി നിങ്ങൾ, നമ്മൾ ഗൂഗിളിൽ നിന്ന് തന്നെ എടുത്ത ഫോട്ടോസ് ആണ്. ഗൂഗിളിൽ ഇതെല്ലാം കിടപ്പുണ്ട്, വിന്ററിന്റെയും സമ്മറിന്റെയും ഓരോ ക്ലൈമറ്റിന്റെയും എല്ലാം കിടപ്പുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ട്രഡീഷനും ബാക്കിയുള്ള കൾച്ചറിന്റെ കാര്യം നോക്കുവാണെങ്കിലും ഇന്ത്യൻ ട്രഡീഷൻ ആണ് മിക്കുള്ളയും, അവരും ഫെമിലിയർ ആണ് ഇന്ത്യൻ ട്രഡീഷണലായിട്ട്. അതേപോലെ തന്നെ ഇന്ത്യൻ ഫെസ്റ്റിവൽ അവിടെ വെക്കാറുണ്ട്, ഇന്ത്യൻ DJs അവിടെ വെക്കാറുണ്ട്. എന്ന് പറയുമ്പോൾ ഇന്ത്യൻ പരിപാടികൾ കുറെ അവിടെ വെക്കാറുണ്ട്. ഹോളി ആണെങ്കിലും ബാക്കിയുള്ള എല്ലാ പരിപാടികളും അർമേനിയയിലും ഉണ്ട്. എന്ന് പറയുമ്പോൾ ഓരോ പരിപാടി, ഓണത്തിന്റെ പരിപാടി, അങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ട് അർമേനിയയിൽ. അപ്പൊ നമുക്ക് ഒരിക്കലും നമ്മുടെ നാട് മിസ് ചെയ്യത്തില്ല. അതുകൊണ്ടാണ് ഏറ്റവും ഫ്രണ്ട്ലി ആയിട്ടുള്ള, ഇന്ത്യയായിട്ട് ഏറ്റവും ഫ്രണ്ട്ലി ആയിട്ടുള്ള കൺട്രിയാണ് അർമേനിയ എന്ന് പറയാൻ കാരണം. പിന്നെ അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പേരൻസിനും സ്റ്റുഡൻസിന്റെ കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞു. പേരൻസിന് ഏറ്റവും ഈസി ആയിട്ടുള്ള ട്രാവൽ ചെയ്യാൻ പറ്റുന്ന കൺട്രിയാണ്. എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആണ് വിസ പ്രോസസ്സിങ്. അതുകൊണ്ട് തന്നെ പേരൻസിന് ഏത് ടൈം വേണമെങ്കിലും കൺട്രി വിസിറ്റ് ചെയ്യാൻ പറ്റും, അർമേനിയ എന്ന് പറയുന്ന കൺട്രി വിസിറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നമ്മൾ പറയുന്ന ഒരു കാര്യമാണ്, ഇപ്പൊ സ്റ്റുഡൻസ് അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ സ്റ്റുഡൻസിന്റെ കൂടെ പേരൻസിനും വേണമെങ്കിൽ വരാം നോക്കാൻ വേണ്ടി, നമ്മുടെ യൂണിവേഴ്സിറ്റി എങ്ങനെയുണ്ട്, നമ്മുടെ ഹോസ്പിറ്റൽ എങ്ങനെയുണ്ട്, കൺട്രി എങ്ങനെയുണ്ട് എന്നൊക്കെ നോക്കാൻ വേണ്ടി പേരൻസിനും വരാം. അതിനുള്ള എല്ലാ ഹെൽപ്പും നമ്മൾ തന്നെ ചെയ്തു തരും കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് പേടിക്കാനുള്ള ഒരു കാര്യവുമില്ല. നമ്മൾ അത്രയ്ക്ക് ഉറപ്പില്ലാത്ത ഒരു കാര്യത്തിൽ നമ്മൾ പേരൻസ് വരാൻ പറയത്തില്ല അല്ലേ, നോക്കാൻ വേണ്ടി പേരൻസ് വരാൻ പറയില്ല. അപ്പം നമുക്ക് 100% ഗ്യാരണ്ടീഡ് ആണ്. അതുകൊണ്ടാണ് പേരൻസിന് വേണമെങ്കിലും സ്റ്റുഡൻസിന്റെ കൂടെ വരാം. പിന്നെ അതേപോലെ തന്നെ ഡിഗ്രിയുടെ കാര്യത്തിൽ ഞാൻ പറഞ്ഞു, ഗ്ലോബലി വാലിഡ് ആണ് അർമേനിയൻ ഡിഗ്രി. എന്ന് പറഞ്ഞാൽ അർമേനിയയിൽ പഠിച്ചു കഴിഞ്ഞാൽ, അതും കറക്റ്റ് യൂണിവേഴ്സിറ്റി പഠിച്ചു കഴിഞ്ഞാൽ എവിടെ വേണമെങ്കിലും പോയി വർക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതും കുറച്ച് ഫോട്ടോസ് ആണ്. ഫോട്ടോസ് നമുക്ക് നോക്കാം. ഓക്കെ, അതേപോലെ തന്നെ ഇത് നേരത്തെ പറഞ്ഞ പോയിന്റ് തന്നെയാണ്. ഇത് വലിയ ഇതൊന്നുമില്ല. അർമേനിയൻ പീപ്പിൾ ഫ്രണ്ട്ലി ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇന്ത്യയായിട്ട് ഭയങ്കര കമ്പനി ആയതുകൊണ്ട് തന്നെ, അതായത് ഫ്രണ്ട്ഷിപ്പ് ഇന്ത്യയായിട്ട് ഉണ്ടായതുകൊണ്ട് തന്നെ ഇന്ത്യൻസിനെ കാണുമ്പോൾ അവർക്ക് നല്ല കാര്യമാണ്, നല്ല ഫ്രണ്ട്ലി ആണ്. പിന്നെ അതേപോലെ തന്നെ ഇന്ത്യൻ എംബസി നമ്മുടെ ക്യാപിറ്റലായ യാരവാനിലാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത്. എന്ന് പറയുമ്പോൾ യാരവാനിൽ തന്നെയാണ് നമ്മുടെ യൂണിവേഴ്സിറ്റിയും സിറ്റുവേറ്റ് ചെയ്യുന്നത്. അവിടെ തന്നെയാണ് ഇന്ത്യൻ എംബസി ഉള്ളത്. അതുകൊണ്ട് വേറെ ഒരു കാര്യത്തിലും പേടിക്കേണ്ട ആവശ്യമില്ല. സെക്യൂരിറ്റിയുടെ കാര്യത്തിലും ഒരു കാര്യത്തിലും പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ യൂണിവേഴ്സിറ്റിയെ കുറിച്ച് പറയാം. നമ്മുടെ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ, നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ പേരെന്ന് പറഞ്ഞാൽ എറബുനി മെഡിക്കൽ യൂണിവേഴ്സിറ്റി. എറബുനി മെഡിക്കൽ യൂണിവേഴ്സിറ്റി, അങ്ങനെയാണ് നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ പേര്. നമ്മുടെ യൂണിവേഴ്സിറ്റി പഠിപ്പിക്കുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കുറെ പോയിന്റ്സ് പറഞ്ഞു, അപ്പം അത് നമ്മുടെ യൂണിവേഴ്സിറ്റിക്ക് ഉണ്ടോ എന്ന് നോക്കാം നമുക്ക്. നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ MBBS കോഴ്സ് ഇംഗ്ലീഷ് മീഡിയത്തിലാണ് പഠിപ്പിക്കുന്നത്. അതേപോലെ തന്നെ അഫോർഡബിൾ ഫീസ് ആണ്. എന്ന് പറഞ്ഞാൽ എത്ര ആണെന്നോടെ ഞാൻ പറയാം, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. $4,500 ആണ് പെർ ഇയർ വരുന്നത്. എന്ന് പറയുമ്പോൾ 3,80,000 3,90,000 സംതിങ് വരും. അത് ഡോളർ റേറ്റ് ചേഞ്ച് ചെയ്യുമ്പോൾ അത് നോക്കിയാൽ മതി, ഗൂഗിളിൽ നോക്കിയാൽ മതി. $4,500 ആണ് പെർ ഇയർ വരുന്നത്. എന്ന് പറയുമ്പോൾ 3,80,000 INR ആണ് വരുന്നത്. ഏകദേശം 3.25-4 ലക്ഷം രൂപയാണ് ഒരു വർഷത്തെ ഫീസ് വരുന്നത്. പിന്നെ നമ്മുടെ യൂണിവേഴ്സിറ്റി ഫുള്ളി റെക്കഗ്നൈസ്ഡ് ആണ്. എന്ന് പറയുമ്പോൾ എന്തൊക്കെ അപ്രൂവൽസ് ഉണ്ട് എന്നൊക്കെ ഉള്ളത് ഞാനിപ്പോ പറഞ്ഞുതരാം. നെക്സ്റ്റ് എടുക്കുമ്പോൾ നമുക്കത് നോക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റൽ. എന്ന് പറയുമ്പം നമ്മുടെ അർമേനിയയിലെ ഏറ്റവും വലിയ ഹോസ്പിറ്റലാണ് എറബുനി ഹോസ്പിറ്റൽ. അത് ഗൂഗിളിൽ തന്നെ നോക്കിയാൽ മനസ്സിലാവും. ഇതാണ് നമ്മുടെ ഹോസ്പിറ്റൽ. ഇപ്പൊ തന്നെ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അത്.
ഗൂഗിളിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ ചുമ്മാ വെറുതെ ഒരു ഫോട്ടോ കാണിച്ചാണ് നിങ്ങളെ. അതേപോലെ തന്നെ അപ്രൂവൽസ്, ഇത് നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ അപ്രൂവൽസ് ആണ് കേട്ടോ. അപ്പം നമ്മുടെ യൂണിവേഴ്സിറ്റിക്ക് എന്തൊക്കെ അപ്രൂവൽ ഉണ്ട്, ഈ അപ്രൂവൽസ് ഒക്കെ എന്തൊക്കെയാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു തന്നു. അതേപോലെ തന്നെ എന്തൊക്കെയാണ് ഈ അപ്രൂവൽസ്? WHO നമ്മുടെ യൂണിവേഴ്സിറ്റി അപ്രൂവ്ഡ് ആണ്, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അപ്രൂവ്ഡ് ആണ്. അത് നമുക്ക് ഗൂഗിളിൽ നോക്കിയാൽ കാണാൻ പറ്റും. ലിങ്ക് ഞാൻ അയച്ചു തരാം, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ WHO സൈറ്റിൽ നോക്കി അറിയാൻ പറ്റും. NMCക്ക് കുറെ റെഗുലേഷൻസും റൂൾസും ഉണ്ട്. അത് നമ്മൾ കഴിഞ്ഞ വെബിനാറിൽ മൊത്തം പറഞ്ഞു. അതിനുള്ള ടൈം നമുക്കിപ്പോൾ ഇല്ല. എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്റ്റുഡൻസും ബാക്കിയുള്ള എല്ലാവരും വെയിറ്റിംഗ് ആണ് അവരുടെ എക്സ്പീരിയൻസും ബാക്കിയുള്ള കാര്യങ്ങളും പറയാൻ. ഡൗട്ട് ഉണ്ടെങ്കിൽ വെസ്മോണിനെ കോൺടാക്ട് ചെയ്താൽ മതി, എല്ലാവരും ക്ലിയർ ചെയ്ത് തരും. അതേപോലെ തന്നെ ECFMG ഞാൻ പറഞ്ഞില്ല, US-ലും കാനഡയിലും ഒക്കെ വർക്ക് ചെയ്യുന്ന അപ്രൂവൽ ആണത്. അതും നമ്മുടെ യൂണിവേഴ്സിറ്റി അപ്രൂവ്ഡ് ആണ്. അതും ഗൂഗിളിൽ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അതേപോലെ തന്നെ IAR അപ്രൂവ്ഡ് ആണ് എന്ന് പറഞ്ഞാൽ ഇൻഡിപെൻഡന്റ് ഏജൻസിയാണത്. അത് എന്തിനുള്ള ഏജൻസിയാണ്? ഒരു യൂണിവേഴ്സിറ്റിക്ക് അത് യൂണിവേഴ്സിറ്റിയുടെ ക്വാളിറ്റി ഉണ്ടോ, അല്ലെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ എങ്ങനെയാണ്, അതൊക്കെ വെച്ചിട്ട് കൊടുക്കുന്ന ഒരു അപ്രൂവലാണ്. റേറ്റിംഗ് എങ്ങനെയാണ്, അതൊക്കെ വെച്ചിട്ട് കൊടുക്കുന്ന അപ്രൂവലാണ് IAR അപ്രൂവൽ. WFME എന്ന് പറഞ്ഞാൽ വേൾഡ് ഫെഡറേഷൻ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ കൊടുക്കുന്ന അപ്രൂവലാണ്. ഇതെല്ലാം ക്വാളിറ്റി വൈസും ബാക്കിയുള്ള കാര്യങ്ങളും വെച്ചിട്ട് കൊടുക്കുന്ന അപ്രൂവൽസ് ആണ്. അപ്പം ഇത്രയും അപ്രൂവൽ ഉള്ള യൂണിവേഴ്സിറ്റി പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഇന്ത്യയിലാണെങ്കിലും US-ലാണെങ്കിലും കാനഡയിലാണെങ്കിലും എവിടെ ആണെങ്കിലും വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ വർക്ക് ചെയ്യാൻ പറ്റില്ല. നെക്സ്റ്റ് നോക്കാം നമുക്ക്. ഓക്കെ, ഇത് ഇന്ത്യയായിട്ടുള്ള റിലേഷൻഷിപ്പിന്റെ കാര്യം പറയുന്നതാണ്. കണ്ടോ, നമ്മുടെ പ്രസിഡന്റ് ബാക്കിയുള്ള എല്ലാവരും ഉണ്ട്. അതേപോലെ തന്നെ ഇതിനകത്ത് എർബുനിയയുടെ ഒരു ബാനർ പിടിച്ചിട്ട് നമ്മുടെ ഫൗണ്ടർ ആണത്, നമുക്ക് അവാർഡ് കിട്ടിയതാണ്. യൂണിവേഴ്സിറ്റിക്കുള്ള റേറ്റിംഗിന്റെയും ബാക്കിയുള്ളതിന്റെയും വെച്ചിട്ട് അവാർഡ് കിട്ടിയതാണ്. 2024 അവാർഡാണത്. അപ്പൊ അതിന്റെ ഒരു ഫോട്ടോസ് കാണിച്ചെന്നേ ഉള്ളൂ. ഓക്കെ, അതേപോലെ തന്നെ ഇത് ഞാൻ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്, സ്റ്റുഡന്റ് കമ്മ്യൂണിറ്റിയുടെ കാര്യം പറഞ്ഞത്. യൂണിവേഴ്സിറ്റിയിൽ സീനിയേഴ്സ് ആണെങ്കിലും ബാക്കിയുള്ളവന് റാഗിങ്ങോ അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്നൊക്കെ നോക്കാനും സ്റ്റുഡന്റ് കമ്മ്യൂണിറ്റി, ഇന്ത്യൻ സ്റ്റുഡന്റ് കമ്മ്യൂണിറ്റി ഉണ്ടോ എന്ന് നോക്കണം. പിന്നെ അതേപോലെ തന്നെ MBBS കോഴ്സ് ആണ്. അപ്പം ഏറ്റവും കൂടുതൽ വേണ്ടുന്നത് പ്രാക്ടിക്കൽസ് ആണ്. അതുകൊണ്ട് ഓൺ ഹോസ്പിറ്റൽ ഉണ്ടോ എന്ന് നോക്കണം. അതാണ് എഴുതിയേക്കുന്നത്. ദ യൂണിവേഴ്സിറ്റി ഹാസ് ഇറ്റ്സ് ഓൺ ഹോസ്പിറ്റൽ. ഇത് ഹോസ്പിറ്റലിന്റെ കുറച്ച് ഫോട്ടോസും ബാക്കിയുള്ള കാര്യങ്ങളാണ്. ഇതെല്ലാം നിങ്ങൾക്ക് എർബുനി മെഡിക്കൽ സെന്റർ അല്ലെങ്കിൽ എർബുനി മെഡിക്കൽ യൂണിവേഴ്സിറ്റിയുടെ പേജ് നോക്കിയാൽ കാണാൻ പറ്റും. ഗൂഗിളിൽ നോക്കിയാൽ മതി. സെയിം ഫോട്ടോസ് അവിടെ ഉണ്ട്. നമ്മുടെ സ്റ്റുഡൻസ് ആണ്, എർബുനി മെഡിക്കൽ യൂണിവേഴ്സിറ്റിയുടെ സ്റ്റുഡൻസ് ആണ് ഇതെല്ലാം. ഓക്കെ, അടുത്തത് നമുക്ക് പോസിറ്റീവ് എന്ന് പറയുമ്പോൾ പോസിറ്റീവ് എന്ന് ഞാനിപ്പോൾ പറയുന്നില്ല. ഇപ്പം ഞാൻ സ്റ്റുഡൻസിന്റെയും പേരൻസിന്റെയും റിവ്യൂസ് ഞാൻ എങ്ങനെയാണെന്ന് ഞാനും കേൾക്കാൻ കുറെ ആഗ്രഹിച്ചിരിക്കുകയാണ്. അപ്പം അവരെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം അവർ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അവരുടെ റിവ്യൂ ആണെങ്കിലും ബാക്കിയുള്ള കാര്യങ്ങളും എങ്ങനെയാണെന്ന് നോക്കാം. Q&A സെക്ഷൻ ഉണ്ട് ഇനി. അപ്പം ഓരോ ഡൗട്ട്സ് ആണെങ്കിലും നിങ്ങളുടെ ഡൗട്ട്സ് ആണെങ്കിലും നമുക്ക് ചാറ്റ് ബോക്സിൽ ഇട്ടാൽ നമ്മൾ അതിനുള്ള ക്ലാരിറ്റിയിലുള്ള ആൻസർ തരാം. അപ്പൊ നമുക്ക് Q&A സ്റ്റാർട്ട് ചെയ്യാം. അതേപോലെ തന്നെ ആരൊക്കെയാണ് ആഡ് ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞാല് ഒരു പോയിന്റോടെ ഉണ്ട്. ഇതോടെ ഞാൻ ക്ലിയർ ചെയ്തിട്ട് പോവാം. എന്ന് പറയുമ്പം നമ്മുടെ യൂണിവേഴ്സിറ്റി, അതാണ് എനിക്ക് ഏറ്റവും സ്പെഷ്യൽ ആയിട്ട് തോന്നിയത്. നമ്മുടെ യൂണിവേഴ്സിറ്റി മന്ത്ലി സെമിനാർസ് നടത്താറുണ്ട്. എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രൊഫസേഴ്സിനെ വെച്ചിട്ടല്ല, നമ്മുടെ പ്രൊഫസേഴ്സ് എപ്പോഴും നമുക്ക് സെമിനാർസ് തരാറുണ്ട്. അതല്ല, മന്ത്ലി നമുക്ക് സെമിനാർ ബാച്ചസ് നടത്താറുണ്ട്. എന്ന് പറയുമ്പം ഫ്രാൻസിലുള്ളയും പിന്നെ ന്യൂസിലൻഡ് പിന്നെ പാരീസ് അവിടെയൊക്കെയുള്ള ഡോക്ടേഴ്സ് വന്ന് നമുക്ക് ക്ലാസ് എടുക്കാറുണ്ട്. എന്ന് പറയുമ്പോൾ നല്ല രീതിക്ക് അവരുടെ അറിവുകൾ നമ്മളിലേക്ക് പകർത്തി തരാറുണ്ട്. അപ്പം അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ, അത് പിന്നുള്ള പ്ലേസ്മെന്റും ബാക്കിയുള്ള കാര്യത്തിനും ഹെൽപ്പ് ചെയ്യും. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ യൂണിവേഴ്സിറ്റി നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ കോച്ചിങ്, ഇതെല്ലാം നമ്മൾ ഇന്റർനാഷണൽ സെമിനാർസിന്റെ ഫോട്ടോസ് ആണ്, സ്റ്റുഡൻസ് നിൽക്കുന്ന ഫോട്ടോസ് ആണ് ഈ കൊടുത്തേക്കുന്നതല്ല. അതേപോലെ തന്നെ നമുക്ക് ഇനി നോക്കാം നമ്മുടെ ആരൊക്കെയാണ് ആഡ് ചെയ്തേക്കുന്നത് എല്ലാം നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഞാനൊന്ന് വായിക്കാണ്. ഫസ്റ്റ് ഇയർ സ്റ്റുഡന്റിനോടുള്ള ചോദ്യമാണ് കേട്ടോ. അർമീനിയ എങ്ങനെയുണ്ട്? പോയിട്ട് അവിടുത്തെ ഫുഡ്, ഹോസ്റ്റല്, സീനിയേഴ്സ് ഇതൊക്കെ ആയിട്ട് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ആവാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ്. അപ്പൊ ഇവിടുത്തെ ഫസ്റ്റ് ഇയറിൽ പോകാൻ നോക്കുന്ന കുട്ടികളുടെ ജെന്യൂൻ ആയിട്ടുള്ള ഡൗട്ടാണ്, അവിടെ പോയിട്ട് എങ്ങനെ ഉണ്ടാവും, ഫുഡ് നമുക്ക് പറ്റുമോ എന്നൊക്കെ ഉള്ളത്. അപ്പോ റിയ. ഹായ് ഹായ്, ഹായ് മാം. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ് മാം. അപ്പൊ റിയയോടുള്ള ചോദ്യം റിയ കേട്ടോ. അർമേനിയ കേട്ടു മാം. എങ്ങനെയുണ്ട്? സെറ്റ് ആയോ? മാം നല്ലൊരു ഫ്രണ്ട്ലി കൺട്രി ആണ്. സാറ് പറഞ്ഞ പോലെ തന്നെ ഭയങ്കര വെൽക്കമിങ് പീപ്പിൾ ആണ് ഇവിടുത്തെ ആൾക്കാരൊക്കെ. ഹലോ ഹലോ, കേൾക്കാവോ? ഓഡിബിൾ അല്ലേ? ഞാൻ ഓഡിബിൾ അല്ലേ? ഓഡിബിൾ ആണ്. ഹോസ്റ്റൽ ഫെസിലിറ്റീസ് ഒക്കെ എങ്ങനെയുണ്ട് റിയ അവിടെ?
നമ്മൾ നിൽക്കുന്ന ഹോസ്റ്റലിൽ 24/7 ക്യാമറ ഇതൊക്കെ ഉണ്ട്. പിന്നെ Okay. നമ്മൾ കോളേജ് റെപ്രസെന്റേറ്റീവും നമ്മളെ ഹോസ്റ്റലിൽ തന്നെയാണ് നിൽക്കുന്നത്. അപ്പൊ നമുക്ക് ഏത് ടൈം ഒരു ഹെൽപ്പ് വേണമെങ്കിൽ അവരെ കോണ്ടാക്ട് ചെയ്താൽ അപ്പൊ തന്നെ അത് സോർട്ട് ഔട്ട് ചെയ്ത് തരും. ഓക്കെ ഓക്കെ ഫൈൻ. അപ്പം സേഫ്റ്റിയുടെ കാര്യത്തിൽ ടെൻഷൻ ഒന്നും ഇല്ല അല്ലെ? സേഫ്റ്റിയുടെ കാര്യത്തിൽ ഫുൾ ഗ്യാരണ്ടി ആണ്. ഇപ്പൊ എന്തുണ്ടെങ്കിലും എന്ത് ചെറിയ ഇഷ്യൂ ആണെങ്കിൽ പോലും അവരെയോ അല്ലെങ്കിൽ ഋഷികേശ് സാറിനെ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ളൊരു സൊല്യൂഷൻ അവര് കണ്ടുപിടിച്ച് തരും. ഓക്കെ ഓക്കെ ഫൈൻ. അപ്പോ അടുത്ത ക്വസ്റ്റ്യനും റിയയുടെ അടുത്ത് തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടുത്തെ പോകുമ്പോ ടെൻഷൻ ഉണ്ടായിരുന്നോ? എന്തായിരുന്നു അവസ്ഥ? ഇത് എങ്ങനെയാ ഓക്കെ ആവോ എന്നൊക്കെയുള്ള ഒരു ടെൻഷൻ ഉണ്ടായിരുന്നോ? പിന്നെ MBBS അബ്രോഡ് ചൂസ് ചെയ്യുമ്പോഴത്തേക്കും ഓക്കെ നമ്മൾ എല്ലാവരും എല്ലാ കുട്ടികളും നീറ്റ് എഴുതുന്ന 100% സ്റ്റുഡൻസും ആഗ്രഹിക്കുന്നത് ഇന്ത്യയിൽ പഠിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെ? സോ ഒരു എബ്രോഡ് എന്നുള്ളൊരു ചോയ്സിലേക്ക് റിയ എങ്ങനെയാണ് എത്തിയത്? അപ്പം അബ്രോഡ് ഇപ്പം ഞാൻ വരാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ പാരന്റ്സിന് ആർമിയെ പറ്റി കുറച്ച് അറിയായിരുന്നു. ഓക്കെ അപ്പൊ ഞാൻ ഫസ്റ്റ് വന്ന ഏജൻസി കുറച്ച് സ്കാം ആയി, ഞാൻ ഫുള്ള് ട്രാപ്പായി നിൽക്കുന്ന ടൈമിലാണ് ഞാൻ ഋഷികേശ് സാറായിട്ട് കോണ്ടാക്ട് ചെയ്തത്. ഓക്കെ അപ്പം സാറിലേക്ക് പെട്ടെന്ന് തന്നെ നമ്മള് അഡ്മിഷൻ പ്രോസസ് ആണെങ്കിലും എല്ലാം പെട്ടെന്ന് സ്പീഡപ്പ് ആയിട്ട് തന്നെ ചെയ്തത്. നമുക്ക് ടെൻഷന്റെ ആവശ്യമില്ലായിരുന്നു. അർമേനിയ തന്നെയായിരുന്നോ? ഇനീഷ്യലി ഞാൻ പ്ലാൻ ചെയ്തത് അർമേനിയ തന്നെയായിരുന്നു. ഓക്കെ. ഈ സെയിം യൂണിവേഴ്സിറ്റിയാ? സെയിം യൂണിവേഴ്സിറ്റി അല്ലായിരുന്നു, വേറൊരു യൂണിവേഴ്സിറ്റി ആയിരുന്നു. അപ്പം അവിടുത്തെ ഞാൻ പിന്നീട് അറിഞ്ഞത് അവിടെ ഭയങ്കര റാഗിങ്ങും കുറെ ഇഷ്യൂസ് ഒക്കെ ഉള്ള ഒരു കോളേജ് ആയിരുന്നു അത്. അപ്പൊ അവിടെ നിന്ന് എന്നെ രക്ഷപ്പെടുത്തിയത് തന്നെ ഈ സാറാണ്. ഓക്കെ ഓക്കെ ഫൈൻ. സോ അതിന്റെ ഒരു ഹാപ്പിനെസ് ഇപ്പൊ ഉണ്ട്. ഇപ്പം ഓക്കെ ആണ്, ഗ്രേറ്റ്ഫുൾ ആണ് ഞാൻ. ഗ്രേറ്റ്ഫുൾ ആണ്. ഓക്കെ. ഇതിലും വലിയൊരു ഫീഡ്ബാക്ക് നമുക്ക് ഒരു ഫസ്റ്റ് ഇയർ സ്റ്റുഡന്റിന്റെ കയ്യിൽ നിന്ന് കിട്ടാനുണ്ടോ? ഓക്കെ. പ്രോസസ്സിംഗ് ഒക്കെ എങ്ങനെയായിരുന്നു? ഈസി ആയിരുന്നോ? പെട്ടെന്ന് കംപ്ലീറ്റ് ആയോ? ചില എന്റെ ഫ്രണ്ട്സ് ഒക്കെ ഇപ്പൊ റഷ്യയിലും വേറെ കൺട്രീസിലൊക്കെ ഉണ്ട് MBBS ചെയ്യുന്നത്. അവരെല്ലാരും പറഞ്ഞത് ഭയങ്കര ഹെഡേക്ക് ആയിരുന്നു, കുറെ ഓടി നടക്കണൊക്കെ ചെയ്യാനായിരുന്നു. നമുക്ക് ഒരു ഹെഡേക്കും ഇല്ലായിരുന്നു. ഞാൻ എന്റെ ഡോക്യുമെന്റ്സ് അയച്ചു കൊടുത്തു, പിന്നെ ഫുൾ സാറാണ് ചെയ്തതും. എന്റെ ഡോക്യുമെന്റ്സിന്റെ ലീഗലൈസേഷൻ ആണെങ്കിലും ട്രാൻസ്ലേഷൻ ആണെങ്കിലും എല്ലാം സാറാ ചെയ്തത്. അതുകൊണ്ട് ടെൻഷൻ ആവേണ്ട ആവശ്യമില്ലായിരുന്നു, സ്പീഡപ്പ് എല്ലാം നടക്കുകയും ചെയ്തായിരുന്നു. ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ, റസിയ മാം അതേപോലെ റിയയുടെ ക്യാമറ ഒന്ന് ഓണാക്കാൻ പറയണേ, കാരണം ബാക്കിയുള്ളവര് ക്യാമറ ഓൺ ആക്കുന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ. റിയ ഒന്ന് ക്യാമറ ഓൺ ചെയ്യാം. ഞാൻ റിക്വസ്റ്റ് തന്നിരുന്നു ക്യാമറ ഓൺ ചെയ്യാൻ. ഓക്കെ. ഹായ്. പുറത്തുനിന്നാണോ ക്യാമറ ഓൺ ചെയ്യാതെ? ഹായ്. ഓക്കെ. ഇപ്പൊ എവിടെയാണ്? ക്യാമ്പസിലാണോ? ഞാനിപ്പോ ലൈബ്രറി വന്നിരിക്കായിരുന്നു. നമുക്ക് എക്സാം ടൈം ആണ്, അപ്പം ലൈബ്രറി വന്നിരിക്കായിരുന്നു. ഓക്കെ. എക്സാം പ്രിപ്പയർ ആയോ? എങ്ങനെയുണ്ട്? എക്സാംസ് ഇപ്പം അടുത്ത് നെക്സ്റ്റ് വീക്ക് ആണ്. അപ്പം നല്ല ഫുള്ളി പ്രിപ്പയർഡ്. ഓക്കെ ഓക്കെ അടിപൊളി. അപ്പം എങ്ങനെയുണ്ട് ലൈഫ് ഇൻ അർമേനിയ? ഒരു ഇൻ ഷോർട്ട് ലൈഫ് ഇൻ അർമേനിയ. ഇപ്പൊ ചെന്നിട്ട് ഇപ്പം 1 ഇയർ ആവുന്നു. 1 ഇയർ ആയി. ഓക്കെ. അപ്പൊ 1 ഇയറിലെ ഒരു എക്സ്പീരിയൻസ് ഇൻ എ ഷോർട്ട് എങ്ങനെ പറയാൻ പറ്റും? എന്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ചിട്ട് നല്ലൊരു വാം കൺട്രി ആണ്. കോൾഡ് ആണെങ്കിലും ക്ലൈമറ്റ് വൈസ് ആണെങ്കിലും എല്ലാം വെച്ച് നല്ലൊരു ഓപ്ഷൻ ആണ്. ഓക്കെ. നമുക്ക് ഇന്ത്യൻ സ്റ്റുഡൻസിന് പെട്ടെന്ന് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ക്ലൈമറ്റും കൾച്ചറും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് അഡാപ്റ്റ് ആവുന്ന പോലത്തെ ഒരു ക്ലൈമറ്റും ആണ്. ഏകദേശം നമ്മുടെ നാട്ടിലൊരു ക്ലൈമറ്റും ആണ്, പിന്നെ അതിന്റെ ഒപ്പം സ്നോവും കൂടിയുണ്ട്. വേറെ ഇഷ്യൂ ഒന്നുമില്ല. കുഴപ്പമൊന്നുമില്ല. ഓക്കെ. ഫുഡൊക്കെ സെറ്റ് ആണോ? ഫുഡൊക്കെ സെറ്റ് ആണ്. കേരള ഫുഡ് കിട്ടും, നോർത്ത് ഇന്ത്യൻ ഫുഡും എല്ലാ ഫുഡും ഇവിടെ അവൈലബിൾ ആണ്. ഓക്കെ. ഇപ്പൊ ഫ്രണ്ട്സ് ഒക്കെ ആയല്ലോ? ഫ്രണ്ട്സ് ഒക്കെ ആയല്ലോ? ഫ്രണ്ട്സ് ഒക്കെ ആയി. ഓക്കെ ഫൈൻ ഫൈൻ. നമുക്ക് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് നന്ദനയുടെ അടുത്താണ്. ഹലോ, പറഞ്ഞോളൂ ഷാൻഷ. ഹായ്. ട്രാവലിംഗ് ആണോ? ട്രാവലിംഗ് ആണ്. അതാ ഓക്കെ. അപ്പം സ്വന്തം ട്രാവലിനൊക്കെ ഇടയ്ക്ക് നമുക്ക് വേണ്ടി ടൈം കണ്ടെത്തിയതിൽ ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. ഫസ്റ്റ് ഓഫ് ഓൾ ആദ്യം അത് തന്നെ പറഞ്ഞ് നമുക്ക് തുടങ്ങാം. ഷാൻഷ ഇപ്പം MBBS കംപ്ലീറ്റ് ചെയ്തില്ലേ? 5 ഇയേഴ്സ് കംപ്ലീറ്റ് ചെയ്തു. 6 ഇയേഴ്സ് കംപ്ലീറ്റ് ചെയ്തു. സോ എന്താണ് വാട്ട് ഈസ് നെക്സ്റ്റ് ആഫ്റ്റർ MBBS? എന്താണ് അടുത്ത പ്ലാൻ? ഒരു മിനിറ്റ് റസിയ മാം, അതിനെക്കാട്ടി മുമ്പ് ഒരു കാര്യമുണ്ട്. ചേഞ്ച് എന്ന് പറയുമ്പോൾ നമുക്ക് വേറൊരു രീതിയിലുള്ള ഒരു എക്സാമ്പിളിലൂടെ പറയാം. പല സ്റ്റുഡൻസിനും ഒരു തെറ്റിദ്ധാരണയുണ്ട്, നീറ്റ് കഴിഞ്ഞാൽ മാത്രമേ പുറത്തുപോയി MBBS ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളൊരു തെറ്റിദ്ധാരണയുണ്ട്. വേറെ ഒരു കൺട്രീസിലും പറ്റില്ല, നീറ്റ് കഴിഞ്ഞാൽ മാത്രമേ ബാക്കിയുള്ള എല്ലാ കൺട്രീസിലും വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്നൊരു തെറ്റിദ്ധാരണയുണ്ട്. നീറ്റ് എന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് വേണ്ടി മാത്രമുള്ള ഒരു എക്സാം ആണ് അല്ലെ?
അപ്പം നീറ്റ് കഴിഞ്ഞാൽ മാത്രമേ ഇന്ത്യയിൽ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ബട്ട് വേറെ ഏതൊരു കൺട്രിയിലും പോയി വർക്ക് ചെയ്യുന്നതിന് നീറ്റിന്റെ ആവശ്യമില്ല. അപ്പൊ അതാണ് മെയിൻ ഒരു കാര്യം. അത് എല്ലാവർക്കും അറിയാത്തൊരു കാര്യമാണ്. എന്ന് പറയുമ്പം നീറ്റ് എന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് വേണ്ടി മാത്രമുള്ളതാണ്. FMG എക്സാം എഴുതാൻ വേണ്ടി മാത്രമുള്ള ഒരു കാര്യമാണ് നീറ്റ്. നീറ്റ് ഇന്ത്യക്ക് വേണ്ടി മാത്രമാണ്. അപ്പം നീറ്റ് ക്ലിയർ ചെയ്യാതെയും എബ്രോഡ് പോകാൻ പറ്റും, ബട്ട് ഇന്ത്യയിൽ വർക്ക് ചെയ്യാൻ പറ്റില്ല. അതേ ഉള്ളൂ. എന്ന് പറയുമ്പം എബ്രോഡ് ഏതെങ്കിലും ഒരു കൺട്രീസിൽ പോയി മൈഗ്രേറ്റ് ചെയ്ത് അവിടെ വർക്ക് ചെയ്യാനാണ്, അല്ലെങ്കിൽ അവിടെ PR എടുക്കാനാണെങ്കിൽ നീറ്റിന്റെ ആവശ്യമില്ല. നീറ്റ് ക്വാളിഫൈ പോലും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം അതൊന്ന് ഞാൻ ക്ലിയർ ആക്കിയതാ കേട്ടോ. ഷെയ്ൻഷ പറഞ്ഞോളൂ. ഓക്കെ, സാറ് പറഞ്ഞ പോലെ തന്നെ ലൈക്ക് ഞാൻ നീറ്റ് ചൂസ് ചെയ്യാത്തൊരു സ്റ്റുഡന്റ് ആണ്. ഞാൻ അപ്പോൾ എനിക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, എനിക്ക് അബ്രോഡ് പോയി പഠിക്കണം, ഇനി അബ്രോഡ് പോയി വർക്ക് ചെയ്യണം എന്ന രീതിയിൽ. അപ്പോഴത്തേക്ക് ഞാൻ നീറ്റ് ചൂസ് ചെയ്തില്ല. അതുപോലെ തന്നെ ഞാൻ അബ്രോഡ് കുറെ കൺട്രീസ് ഞാൻ സെലക്ട് ചെയ്തായിരുന്നു. അപ്പം ഇഷ്ടംപോലെ കൺട്രീസ് എന്റെ യൂണിവേഴ്സിറ്റിയിൽ തന്നെ എന്റെ പ്രൊഫസേഴ്സ് എന്നെ ഹെൽപ്പ് ചെയ്തു. ഞാൻ UK നോക്കിയായിരുന്നു, ഓസ്ട്രേലിയ നോക്കിയായിരുന്നു, ന്യൂസിലാൻഡ് ഒക്കെ നോക്കിയായിരുന്നു. അപ്പം എനിക്ക് കംഫർട്ടബിൾ ആയിട്ട് തോന്നിയത് ഓസ്ട്രേലിയ എന്ന് പറഞ്ഞൊരു കൺട്രി. ഷെൻഷ മ്യൂട്ട് ആയിട്ടുണ്ട്, അൺമ്യൂട്ട് ചെയ്യോ? ഹലോ, കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഒന്നുകൂടി ഹലോ, പറയാം. കേക്കാം, ഇപ്പൊ ഓഡിബിൾ ആണ്, പറഞ്ഞോളൂ. കേൾക്കാം. ഓക്കെ. ഋഷികേശ് സാറ് പറഞ്ഞ പോലെ തന്നെ ഞാൻ നീറ്റ് സെലക്ട് ചെയ്യാത്തൊരു സ്റ്റുഡന്റ് ആയിരുന്നു. ലൈക്ക് ഓക്കെ, എന്റെ ആഗ്രഹം എന്ന് വെച്ചാൽ എനിക്ക് അബ്രോഡ് പോയി വർക്ക് ചെയ്യണം എന്ന രീതിയിലാണ്. അപ്പോഴത്തേക്ക് ഞാൻ പല കൺട്രീസും ഒക്കെ നോക്കി എഡ്യൂക്കേഷൻ, ഞാൻ എന്റെ പഠിത്തം നടക്കുന്ന സമയത്ത് തന്നെ ഞാൻ പല കൺട്രീസും ചെക്ക് ചെയ്തായിരുന്നു. ചെക്ക് ചെയ്തപ്പോഴത്തേക്ക് എനിക്ക് കംഫർട്ടബിൾ ആയിട്ട് ഓസ്ട്രേലിയ ഫീൽ ചെയ്തു. ലൈക്ക് ഓസ്ട്രേലിയ ഞാൻ നോക്കിയെന്ന് വെച്ചാൽ ലൈക്ക് വർക്ക് പ്രഷർ ഇല്ലാത്ത, നമ്മളെ മെഡിക്കൽ ഫീൽഡിൽ നിൽക്കുന്നവർക്ക് കുറച്ച് നല്ല സാലറി ഒക്കെ ഉള്ള ഒരു നല്ല കൺട്രി ആയിട്ട് ഞാൻ ഓസ്ട്രേലിയ കണ്ടു. ഞാൻ ഇപ്പം ഓസ്ട്രേലിയക്ക് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ ഷെൻഷ, ഗ്രേറ്റ്. അപ്പൊ ഇതിന്റെ കോച്ചിങ്ങും കാര്യങ്ങളൊക്കെ നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ? ഈ എക്സാം പ്രിപ്പറേഷൻ ഒക്കെ ഹെൽപ്പ് ഒക്കെ നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ തന്നെ ചെയ്യുന്നുണ്ടോ? യൂണിവേഴ്സിറ്റി പ്രോസസ് പ്രിപ്പറേഷനെ ഹെൽപ്പ് ചെയ്യും. എങ്ങനെയാണ് പ്രൊസീജിയേഴ്സ്, എവിടെ പോയി നമുക്ക് ഇനി അടുത്ത എങ്ങനെയാണ് ക്ലാസ്സസ് നമ്മൾ പഠിക്കേണ്ടത് എന്ന രീതിയിൽ യൂണിവേഴ്സിറ്റി പ്രൊഫസേഴ്സ് ഒക്കെ ഹെൽപ്പ് ചെയ്യും. എന്റെ യൂണിവേഴ്സിറ്റി പ്രൊഫസേഴ്സ് തന്നെയാണ് എനിക്ക് പേഴ്സണലി ഡെർമറ്റോളജി ആൻഡ് കോസ്മെറ്റോളജിക്കൽ സർജൻ എന്ന രീതിയിലാണ് എനിക്ക് പോകാൻ ആഗ്രഹം. അപ്പോഴത്തേക്ക് ഞാൻ ഓസ്ട്രേലിയ ചെക്ക് ചെയ്തപ്പോഴത്തേക്കും എന്റെ പ്രൊഫസേഴ്സ് തന്നെ ഹെൽപ്പ് ചെയ്ത് ഞാൻ ഓസ്ട്രേലിയയിൽ ഓസ്ട്രേലിയൻ കോളേജ് ഓഫ് ഡെർമറ്റോളജി ആണ് സെലക്ട് ചെയ്തത് ഇൻ സിഡ്നി. അപ്പം ഞാൻ ആ യൂണിവേഴ്സിറ്റിക്ക് വേണ്ടിയാണ് ഇപ്പം പ്രിപ്പയർ ചെയ്യുന്നത്. ലൈക്ക് മെയിൻ ആയിട്ട് ഇപ്പം ഓസ്ട്രേലിയ വരുമ്പോഴത്തേക്ക് ലൈക്ക് 2 എക്സാംസ് ഉണ്ട്, AMC1 ആൻഡ് AMC2. ആ എക്സാംസ് ക്ലിയർ ചെയ്തിട്ട് എനിക്ക് ഓസ്ട്രേലിയയിൽ വർക്ക് ചെയ്യാം, PG എടുക്കാം. അതുപോലെ തന്നെ പല കൺട്രീസും നമുക്ക് അബ്രോഡ് പോയി വർക്ക് ചെയ്യാൻ പറ്റും. അവിടുത്തെ ആയിട്ടുള്ള എക്സാംസ് മാത്രം എഴുതി പാസ്സായാൽ മാത്രം മതി. നമ്മളെ യൂണിവേഴ്സിറ്റിക്ക് അഫിലിയേഷൻസും അക്രഡിറ്റേഷൻസും ഉണ്ടായത് കൊണ്ട് തന്നെ നമുക്ക് വേറൊരു ബുദ്ധിമുട്ടും ഉണ്ടാവത്തില്ല. ഓക്കെ, അപ്പൊ നീറ്റ് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ എബ്രോഡ് സ്റ്റഡീസ് കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം നീറ്റ് ഇല്ലെങ്കിലും എനിക്ക് നീറ്റ് കിട്ടിയില്ല എന്നോർത്ത് വിഷമിക്കുന്ന കുട്ടികൾക്ക് ഇതൊരു ഗ്രേറ്റ് ന്യൂസ് ആണ് ആക്ച്വലി, അല്ലേ? പ്രോബ്ലം ഇല്ല, ഒരു പ്രോബ്ലം ഇല്ല, ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യമില്ല. നമുക്ക് ഇഷ്ടംപോലെ ഓപ്ഷൻസ് ഉണ്ട്, നമുക്ക് എവിടെ വേണമെങ്കിലും പോയി വർക്ക് ചെയ്യാം. നമ്മളെ യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി അത്രയും വാലിഡ് ആണ്. നമുക്ക് ഇത്രയും അക്രഡിറ്റേഷൻ ഉണ്ടായത് കൊണ്ട് തന്നെ നമുക്ക് വേൾഡിൽ ഏത് കൺട്രി പോലും വർക്ക് ചെയ്യാം. അവിടുത്തെ എക്സാം മാത്രം ഒന്ന് എഴുതിയാൽ മതി. അല്ലാതെ വേറെ വലിയ പ്രശ്നങ്ങൾ, നമ്മളിനി വേറെ ഏതെങ്കിലും കോഴ്സ് എടുക്കണം, അത് കംപ്ലീറ്റ് ചെയ്യണം എന്ന രീതിയിൽ പേപ്പർ എടുക്കണം എന്ന രീതി കാണിച്ചു പോകേണ്ട ഒരു പ്രശ്നവും വരത്തില്ല. ഓക്കെ, എന്തുകൊണ്ടാണ് ഷെൻഷ നീറ്റ് ചൂസ് ചെയ്യാഞ്ഞത്? അതെന്താ നീറ്റ് എഴുതാത്തത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ആൾക്കാര്. ആരുടെയോ ഡൗട്ടാണ് കേട്ടോ അത്. എന്താണ് നീറ്റ് എഴുതാത്തത്? എനിക്ക് അബ്രോഡ് പോയി വർക്ക് ചെയ്യണം എന്ന രീതിയിൽ, പിന്നെ നാട്ടിലെ ഈ നീറ്റ് എഴുതി അതിനു വേണ്ടി ടൈം കളയാൻ എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ ചൂസ് ചെയ്തില്ല. എന്റെ വീട്ടിൽ സപ്പോർട്ടായിരുന്നു. നീറ്റ് എഴുതണ്ടെന്ന് ഞാൻ പറഞ്ഞു, എനിക്ക് അബ്രോഡ് തന്നെ പോയി പഠിക്കണം, എനിക്ക് ഓക്കെ, അബ്രോഡ് തന്നെ വർക്ക് ചെയ്യണം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് വീട്ടിൽ സപ്പോർട്ടായിരുന്നു, കുഴപ്പമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ സോ ആഫ്റ്റർ കംപ്ലീറ്റിംഗ് ദ കോഴ്സ് ഇന്ത്യൻ MBBS-നേക്കാൾ ഒട്ടും കുറവല്ല എബ്രോഡ് പോയി പഠിക്കുന്ന സ്റ്റുഡൻസിന്റെ MBBS കിട്ടും. നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഒരു മിത്ത് ഉണ്ട്, ലൈക്ക് MBBS എബ്രോഡ് പഠിച്ചിട്ട് വരുന്ന സ്റ്റുഡൻസ് ലൈക്ക് അവരൊരു ആ ഡിഗ്രിക്ക് ഒരു വാല്യൂ ഇല്ല, അല്ലെങ്കിൽ അവർ കറക്റ്റ് ഡോക്ടേഴ്സ് അല്ല, അങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്.
ലൈക്ക് നമ്മളെ നാട്ടിലെന്ന് വെച്ചാൽ ഇഷ്ടംപോലെ യൂണിവേഴ്സിറ്റി, ഞാൻ ബാഡായിട്ട് പറയുകയല്ല, പക്ഷേ ഇഷ്ടംപോലെ യൂണിവേഴ്സിറ്റീസ് ഉണ്ട്, കാര്യങ്ങളുണ്ട്. ബട്ട് റാങ്കിങ്ങും അക്രഡിറ്റേഷൻസും പ്രോപ്പർ അല്ലാത്ത WHO മാത്രം, WHO NMC മാത്രമേ കാണൂ. ECFMG കാണത്തില്ല. ഇങ്ങനത്തുള്ള കുറെ പ്രശ്നങ്ങളുണ്ട്. WFMG കാണത്തില്ല. ഇങ്ങനത്തുള്ള അഫിലിയേഷൻസ് കാണൂല. അതുകൊണ്ട് തന്നെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ അബ്രോഡ് MBBS യൂണിവേഴ്സിറ്റി കറക്റ്റ് ആയിട്ട് സെലക്ട് ചെയ്ത് പോവുകയാണെങ്കിൽ അബ്രോഡ് MBBS തന്നെയാണ് ബെറ്റർ. അപ്പൊ നമുക്ക് എവിടെ അബ്രോഡ് വർക്ക് ചെയ്യണമല്ലോ കാര്യങ്ങളായാലും എല്ലാം നല്ലതാണ്. ലൈക്ക് നമുക്ക് PG എടുത്ത് വന്നാൽ പോലും, ലൈക്ക് ഇന്ത്യയിൽ PG എടുത്തൊരു പുള്ളിക്കാരൻ, UK PG എടുത്തൊരു പുള്ളിക്കാരൻ നാട്ടിൽ വരുമ്പോഴത്തേക്കും അവിടെ ഒരു കമ്പാരിസൺ ഉണ്ടാവും. കാരണം അവർ പഠിച്ച രീതി വേറെ ആയിരിക്കും. ലൈക്ക് പുതിയ നമുക്ക് വരുമ്പോഴത്തേക്കും അബ്രോഡ് ആകുമ്പോഴത്തേക്കും എല്ലാ 8 months 10 months സിലബസ് അപ്ഡേറ്റ് വരും. ലൈക്ക് ഇന്ത്യയിൽ വരുമ്പോഴത്തേക്കും ഈ ഇഷ്ടംപോലെ കുറെ ഇയേഴ്സ് എടുക്കും. 8 years 10 years ഒക്കെ എടുത്താണ് അപ്ഡേറ്റ് വരുന്നത്. അബ്രോഡ് അങ്ങനെയല്ല, 8 to 10 months എന്ന രീതിയിൽ എല്ലാ ഇയറും സിലബസ് അപ്ഡേറ്റ് ആവും. അപ്പോഴത്തേക്ക് നമുക്ക് കുറച്ചും കൂടി വാസ്റ്റ് ആയിട്ട് മെഡിക്കൽ നോളജ് ഉണ്ടാവും. പുതിയ എക്യുപ്മെന്റ്സ് വരും, പുതിയ പ്രൊസീജിയേഴ്സ് നമുക്ക് പഠിക്കാൻ പറ്റും, പുതിയ ടെക്നിക്സ് പഠിക്കാൻ പറ്റും, പുതിയ ഇൻവെൻഷൻസ് ഒക്കെ അറിയാൻ ഡ്രഗ്സ് പറ്റും പഠിക്കാൻ പറ്റും. അതെ, ഓക്കെ. ലൈക്ക് നമ്മളെ നാട്ടിൽ ഇല്ലല്ല, പറഞ്ഞു കണ്ടിന്യൂ ചെയ്തു. നമ്മളെ നാട്ടിൽ ഇപ്പോഴും ലൈക്ക് മോസ്റ്റ്ലി സർക്കാർ ഹോസ്പിറ്റലിൽ കിടക്കുന്ന ഓപ്പൺ സർജറിയാണ്. കീഹോ സർജറീസ് കുറച്ച് നാളായിട്ടുള്ള നാട്ടിൽ വന്നത്. അത് മിക്കുള്ളവരും ചെയ്യുന്ന അബ്രോഡ് പഠിച്ച ഡോക്ടേഴ്സ് ആണ്. ഓക്കെ. അങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങളും കുറെ സർജറീസും കുറെ ഡ്രഗ്സും എല്ലാം ഇപ്പൊ നമ്മളെ നാട്ടിൽ ഇൻട്രൊഡ്യൂസ് ആയി വരുന്നേ ഉള്ളൂ. ഓക്കെ ഫൈൻ. നമുക്കില്ലേ ഈ ഒരു ഷെഹൻഷായുടെ എർബനി മെഡിക്കൽ അക്കാഡമി ഫൗണ്ടേഷനുമായിട്ടുള്ള ജേർണിനെ പറ്റി ഒന്ന് പറയാമോ? ഇപ്പം യു കംപ്ലീറ്റഡ് ദ ജേർണി റൈറ്റ്, ബാക്കി എല്ലാവരും ഇപ്പൊ അതിൽ നിൽക്കുന്ന ആൾക്കാരാണ്. സോ ആ ഒരു യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ആ ഹോസ്പിറ്റലിൽ നിങ്ങൾക്ക് കിട്ടിയ ഫെസിലിറ്റീസ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ആ ജേർണി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? ലൈക്ക് എർബനി മെഡിക്കൽ യൂണിവേഴ്സിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും അവർക്ക് ഓൺ ഹോസ്പിറ്റൽ ഉണ്ട്. അത് നമുക്ക് പല ഗുണങ്ങളുണ്ട്. ലൈക്ക് ഞാൻ പഠിച്ച സമയത്ത് അവിടുത്തെ പ്രൊഫസേഴ്സ് നാട്ടില് ലൈക്ക് ഒരു MBBS പഠിക്കുന്നവർക്ക് ഒരു പ്രഷറുണ്ട്. നമ്മൾ അബ്രോഡ് പഠിക്കാൻ നേരത്ത് പ്രത്യേകിച്ച് എർബനി പഠിക്കാൻ നേരത്ത് അത്രയ്ക്കും വലിയ പ്രഷറില്ല. എല്ലാവരും പ്രൊഫസേഴ്സ് ഭയങ്കര ഫ്രണ്ട്ലി ആണ്. ഏത് ടൈം ആയാലും നമുക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്ത് തരും. ക്ലിനിക്കൽസ് ആയാലും അത് കണക്ക് തന്നെ. ഈ ഓൺ ഹോസ്പിറ്റൽ ഉണ്ടായത് കൊണ്ട് തന്നെ നമുക്ക് ക്ലിയർ ആയിട്ട് ഇഷ്ടംപോലെ ക്ലിനിക്കൽസ് കിട്ടും, കാര്യങ്ങൾ കിട്ടും. പിന്നെ ലൈക്ക് നമുക്ക് ഋഷിക സാറ് പറഞ്ഞ പോലെ തന്നെ മോസ്റ്റ്ലി വീക്ക്ലി നമുക്ക് ഇന്റർനാഷണൽ ഡോക്ടേഴ്സ് വരും. ഡോക്ടേഴ്സ് വന്ന് നമുക്ക് ക്ലാസ്സസ് എടുക്കും. ഓരോ ഡിപ്പാർട്ട്മെന്റ് ENT, കാർഡിയോളജി, സർജറി എന്ന രീതിയിൽ ക്ലാസ് എടുക്കുമ്പോഴത്തേക്കും അവരുടേതായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആണ് നമുക്ക് ഷെയർ ചെയ്യുന്നത്. അപ്പം ആ ഷെയർ ചെയ്യുന്ന എക്സ്പീരിയൻസ് നമുക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആവും. പിന്നെ യൂണിവേഴ്സിറ്റി സ്റ്റാഫ് ആയാലും ബാക്കി കാര്യങ്ങളായാലും ഭയങ്കര ഫ്രണ്ട്ലി ആണ്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. യൂണിവേഴ്സിറ്റി ഭയങ്കര സെക്യൂർഡ് ആണ്. നമ്മളെ യൂണിവേഴ്സിറ്റി പ്രത്യേകിച്ച് വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മളെ യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസും അല്ലാതെ ഫാക്കൽറ്റീസും അല്ലാതെ വേറെ ആർക്കും എൻ്റർ ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ഫേസ് റെക്കഗ്നിഷൻ ത്രൂ ആണ് യൂണിവേഴ്സിറ്റിയിൽ എൻ്റർ ആവുന്നത്. സോ യൂണിവേഴ്സിറ്റിയിൽ ഭയങ്കര സേഫ്റ്റിയും കാര്യങ്ങളും ഉണ്ട്. റാഗിങ് എന്ന് പറഞ്ഞ കാര്യമില്ല, എല്ലാം പക്കയാണ്. പിന്നെ അവിടെ യൂണിവേഴ്സിറ്റി തന്നെ നമുക്ക് സ്റ്റഡി റൂമും നല്ല വാസ്റ്റ് ആയിട്ടുള്ള ലൈബ്രറിയും എല്ലാം അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ലോൺ എടുത്ത് MBBS പഠിച്ച് പിന്നെ ഓസ്ട്രേലിയ, കാനഡ അവിടുത്തെ എക്സാം ക്ലിയർ ചെയ്ത് PG അവിടെ ചെയ്യാൻ ഒരുപാട് വേറെ ക്യാഷ് വേണ്ടി വരില്ലേ? ലോൺ നമുക്ക് തിരിച്ചടയ്ക്കാൻ പറ്റുമോ? ഇതൊക്കെയാണ് അവരുടെ ഡൗട്ട്സ്. ഓക്കെ, ഇപ്പം ഓസ്ട്രേലിയയുടെ കാര്യം പറയുകയാണെങ്കിൽ ഓസ്ട്രേലിയ 2 എക്സാം ഉണ്ട്, MC1 ആൻഡ് MC2. MC1 എന്ന് വെച്ചാൽ MCQ എക്സാം ആണ്. MC1 നമ്മൾ പാസ്സായി കഴിഞ്ഞാൽ നമുക്ക് ഓസ്ട്രേലിയ പോവാം, ഡയറക്റ്റ് പോവാം. നമ്മൾ ഓസ്ട്രേലിയയിൽ പോകുന്ന സമയത്ത് നമുക്ക് ആദ്യത്തെ MC1 ക്ലിയർ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ടെമ്പററി റെസിഡൻസ് കിട്ടും. ആ ടെമ്പററി റെസിഡൻസും നമുക്ക് ലൈസൻസും ആവും. അവിടുത്തെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാം. ഓസ്ട്രേലിയ മെയിൻ ആയിട്ടുള്ള ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ സാലറി ഹൈക്ക് ആണ്. എന്ന് വെച്ചാൽ നമുക്ക് പെർ അവർ $70 ആണ് കിട്ടുന്നത്. എന്ന് വെച്ചാൽ ആ $70 എന്ന് പറയുമ്പോഴത്തേക്കും 3500 ഇന്ത്യൻ റുപ്പിയാണ് പെർ അവർ കിട്ടുന്നത്. ലൈക്ക് ഓസ്ട്രേലിയയിൽ നമുക്ക് നമ്മളെ ഫ്രീ ടൈം നമുക്ക് എത്ര ടൈം വേണമെങ്കിലും വർക്ക് ചെയ്യാം, ഓവർ ടൈം വർക്ക് ചെയ്യാം, ഒരു പ്രശ്നമില്ല. നമുക്ക് ഫിക്സഡ് ആയിട്ടുള്ള ഒരു ടൈം പീരീഡ് ഉണ്ട്, ഒരു 5 to 6 hours ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ബാക്കി എത്ര മണിക്കൂർ ചെയ്താലും അത് ഓവർ ടൈം ആണ്.
ഓവർ ടൈം ആണ്. ആ ഓവർ ടൈമിനും ഈ ഒരു എമൗണ്ട് കിട്ടും. പിന്നെ വീക്കെൻഡ്സും പബ്ലിക് ഹോളിഡേയ്സും ഒക്കെ ചെയ്യുവാണെങ്കിൽ ലൈക്ക് ഇൻഡ് 2 ആണ് വരുന്നത് ഈ സാലറി. ഈ 3500 വരുന്നത് ലൈക്ക് നമുക്കൊരു 3500 വരുന്നത് ഒരു 7000 ആവും, 7000 ആവും. അപ്പോഴത്തേക്ക് ഇങ്ങനെ നോക്കുവാണെങ്കിൽ നമുക്ക് നല്ലൊരു എമൗണ്ട് സാലറി വരുന്നുണ്ട്. അവിടെ എക്സ്പെൻസ് ഉണ്ട്, എന്നാലും നല്ലൊരു എമൗണ്ട് സാലറി വരുന്നുണ്ട്. നമ്മൾ ഇപ്പം AMC 1ന്റെ കാര്യമാണ് പറഞ്ഞത്. നമുക്ക് AMC 2 കംപ്ലീറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് PG കയറാൻ പറ്റും. അവിടുത്തെ PR നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. PG കയറുമ്പോഴത്തേക്കും ഈ 3800 7,000 ഇന്ത്യൻ റുപ്പീസ് ആവും. 7,000 ഇന്ത്യൻ റുപ്പീസ് ആകുമ്പോഴത്തേക്ക് ലൈക്ക് നമുക്ക് PG കയറുമ്പോഴത്തേക്കും ഈ സാലറിന്ന് ഡിഡക്ട് ചെയ്യും. അത് നമുക്ക് ചൂസ് ചെയ്യാം, ഇത്രയും പെർസെന്റേജ് എത്ര കട്ടാവണം എന്ന രീതിയിൽ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ആകുമ്പോഴത്തേക്കും ലോൺ എടുത്ത് കയറി പോകുന്നതിന്റെ ഒരു എമൗണ്ട് ആകത്തേ ഉള്ളൂ. നമുക്ക് ആ എമൗണ്ട് ഫുൾ ആയിട്ട് പേ ചെയ്യാനും പറ്റും, നമ്മൾ PG കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും, നമുക്ക് നല്ലൊരു സേവിങ്സ് വരും. ഓക്കെ ഫൈൻ. അപ്പം പ്രോപ്പർലി പ്ലാൻ ചെയ്തിട്ടാണ് ഓസ്ട്രേലിയ എന്നൊരു ലക്ഷ്യമായിട്ട് ഇപ്പം നിലവിൽ ഷാൻഷ നിൽക്കുന്നത്. അത് ഫുള്ളായിട്ട് പ്ലാൻ ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. ഓക്കെ ഫൈൻ. ഇപ്പൊ നമ്മള് എർബിനിയെ പറ്റി പറയുകയാണെങ്കിൽ ഇപ്പൊ ഓൾറെഡി പറഞ്ഞല്ലോ, നമ്മൾ ഇന്റർനാഷണൽ സെമിനാർസ് കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതൊക്കെ ബെനിഫിഷ്യൽ ആയിട്ടുണ്ടോ? ഇപ്പൊ ഈ ഒരു ഗ്രോത്തിന് നിങ്ങൾക്ക് ഒരുപാട് ബെനിഫിഷ്യൽ ആയിട്ടില്ലേ? നല്ല രീതിയിൽ ബെനിഫിറ്റ് ആയിരുന്നു. ലൈക്ക് നമ്മൾ നാട്ടിൽ വരുമ്പോഴായാലും ലൈക്ക് എമർജൻസി സിറ്റുവേഷൻസ് എന്ന രീതി വരുമ്പോഴത്തേക്കും നമുക്ക് ലൈക്ക് ആ പ്രൊഫസേഴ്സ് പറഞ്ഞ ആ ലെസൺസ് നമുക്ക് നല്ലോണം ഹെൽപ്ഫുൾ ആവും. നമുക്ക് ആ ടെക്നിക്സ് യൂസ് ചെയ്യാൻ പറ്റും. ഒരു ക്രിട്ടിക്കൽ കണ്ടീഷൻ നിൽക്കുന്ന രോഗിയെ നമുക്ക് കറക്റ്റ് ആയിട്ട് പ്രോപ്പർ ആയിട്ട് എത്തിക്കാൻ പറ്റും, നോർമലായിട്ട് കൊണ്ടുവരാൻ പറ്റും. ഓക്കെ. നമ്മുടെ നന്ദന ഇപ്പൊ സംസാരിക്കാൻ പറ്റുന്നുണ്ടോ? ഓക്കെ. ഷെൽഷയുടെ ഒരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട് കേട്ടോ. നന്ദന ഒരു സെക്കൻഡ്. ഓക്കെ. നീറ്റ് ഇല്ലാതെ ഓസ്ട്രേലിയ, UK, USA PG കഴിഞ്ഞ് പിന്നെ നാട്ടിൽ വന്ന് ഡോക്ടറായി വർക്ക് ചെയ്യാൻ പറ്റും എന്ന് കേട്ടിട്ടുണ്ട്. അത് പോസിബിൾ ആണോ? പോസിബിൾ ആണ്. ലൈക്ക് വേൾഡിലെ ലൈക്ക് ചില കൺട്രീസിൽ നമുക്ക് PG എത്താം. ഓസ്ട്രേലിയ, UK, US, കാനഡ, ഇവിടെ നിന്നൊക്കെ PG എടുത്തു കഴിഞ്ഞാൽ ആ PG വേൾഡിൽ എവിടെ ആയാലും വാലിഡ് ആണ്, വേറൊരു പ്രശ്നമില്ല. PG നമ്മൾ കംപ്ലീറ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് എവിടെ വേണമെങ്കിലും വർക്ക് ചെയ്യാം വേൾഡിൽ. ഓക്കെ. ഈ പറഞ്ഞ ഈ ഒരു 5 കൺട്രീസിലാണോ? ഈ ഒരു 5 ഇംഗ്ലീഷ് സ്പീക്കിംഗ് കണ്ടീസിൽ PG കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇംഗ്ലീഷ് നീറ്റിന്റെ PG ആവശ്യമില്ല. കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നീറ്റിൽ ഒരാവശ്യമില്ല, അവിടെ ഒന്ന് വർക്ക് ചെയ്യാം, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, വേറെ ഡിഗ്രി അഡീഷണൽ ഡിഗ്രിയുടെ ഒരു ആവശ്യമില്ല. ഓക്കെ ഓക്കെ നാട്ടിലെ PG കാട്ടി ഭയങ്കര വാലിഡ് ആണ്, വേൾഡിൽ എല്ലായിടത്തും വാലിഡ് ആണ്. ഓക്കെ ഫൈൻ. അപ്പം നന്ദന കേൾക്കാൻ പറ്റുന്നുണ്ടോ? പറ്റുന്നുണ്ട്. ഓക്കെ. നന്ദന ഇപ്പോ നന്ദനെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യോ? നന്ദന ഏത് ഇയർ ആണ്? പഠിത്തമൊക്കെ എങ്ങനെ പോകുന്നു? ഞാൻ ഇപ്പോ സെക്കൻഡ് ഇയർ എക്സാമിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. പ്രിപ്പറേഷൻസ് ഒക്കെ ആയോ? ഇപ്പൊ എക്സാം ടൈം ആണല്ലേ മൊത്തത്തില്. നിങ്ങളുടെ ബിസി ഷെഡ്യൂളിനകത്ത് നിന്നാണ് നമുക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം തന്നിട്ടുള്ളത്. പഠിക്കാനുള്ള സമയത്ത് നിന്ന് കുറച്ച് സമയം ഞങ്ങൾ അപഹരിച്ചു എന്ന് തന്നെ പറയാം. ഓക്കെ. എക്സാം പ്രിപ്പറേഷൻ ഒക്കെ എങ്ങനെ പോകുന്നു? നന്നായിട്ട് പോകുന്നു. കുഴപ്പമൊന്നുമില്ല, അടിപൊളിയാണ്. അതെ. നിങ്ങൾക്കപ്പം ഇപ്പൊ തേർഡ് ഇയർ അല്ലേ? സോ സെക്കൻഡ് ഇയർ ഓൺവേർഡ്സ് ഹോസ്പിറ്റൽ ഇന്ററാക്ഷൻ അല്ലെങ്കിൽ ഒരു ക്ലിനിക്കൽ എക്സ്പോഷർ ഓഫർ ചെയ്യുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് എർബിനി യൂണിവേഴ്സിറ്റി. സോ അത് എങ്ങനെയാണ്? ട്രൂ ആണോ? ശരിക്കും നിങ്ങൾക്ക് ആ ഒരു ഹോസ്പിറ്റൽ ഫെസിലിറ്റി അല്ലെങ്കിൽ ഒരു എക്സ്പോഷർ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ? സെക്കൻഡ് ഇയർ തൊട്ട് ക്ലിനിക്കൽസ് ഒക്കെ അവൈലബിൾ ആണ്, നിങ്ങൾക്ക് ഹോസ്പിറ്റൽ എല്ലാം കിട്ടുന്നുണ്ട്, പ്രാക്ടിക്കൽസ് ഒക്കെ കിട്ടുന്നുണ്ട്. ഓക്കെ. എങ്ങനെയുണ്ട് 3 വർഷം അർമേനിയയിലുള്ള ഒരു ലൈഫ്? നാട്ടിൽ വന്നിരുന്നു, ഈ ലാസ്റ്റ് ഇയർ നാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു അല്ലേ? ലാസ്റ്റ് ഇയർ വന്നിട്ടുണ്ടായിരുന്നു. ഈ ഓക്കെ. പോകുന്നില്ല നാട്ടില്, കുഴപ്പമൊന്നുമില്ല ഇവിടെ. ഇവിടെ കുഴപ്പമൊന്നുമില്ല, അതുകൊണ്ട് പോകുന്നില്ല. ഇല്ല. ഓക്കെ ഫൈൻ ഫൈൻ. അപ്പൊ വീട്ടിൽ നിന്ന് എല്ലാവരും അങ്ങോട്ട് വരാൻ വല്ല പ്ലാൻ ഉണ്ടോ? ഇല്ല ഇതുവരെ ഇല്ല. ഓക്കേടാ ഫൈൻ. അപ്പം നന്ദനോട് ചോദിച്ചിരിക്കുന്ന അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാല്, ഇപ്പം അർമേനിയന് ഇംഗ്ലീഷ് സ്പീക്കിംഗ് ആൾക്കാരുണ്ടോ? സോ ഇംഗ്ലീഷ് കൊണ്ട് നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റുമോ? അതോ അർമേനിയൻ ലാംഗ്വേജ് എങ്ങനെ നിങ്ങൾക്ക് അത് സെറ്റ് ആയോ? അതോ ഇപ്പോഴും നമുക്കൊരു സ്ട്രഗ്ലിംഗ് പീരീഡ്, ആ ഒരു പീരീഡ് കഴിഞ്ഞോ ലാംഗ്വേജിന്റെ? ഇവിടെയുള്ള 80% ആൾക്കാർക്കും ഇംഗ്ലീഷ് അറിയാം. പിന്നെ ഫസ്റ്റ് ഇയറിൽ നമുക്ക് ലാംഗ്വേജ് ക്ലാസ് ഉണ്ട്, 1 ഇയർ നമുക്ക് ക്ലാസ് കിട്ടും അർമേനിയൻ ലാംഗ്വേജിന്റെ. അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നും ഇല്ല ഇവിടെ. എങ്ങനെ അപ്പൊ ഹോസ്പിറ്റലില് പേഷ്യൻസ് ഒക്കെ ആയിട്ട് ഇന്ററാക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ ആ ലാംഗ്വേജില്? പറ്റുന്നുണ്ട്, കുഴപ്പമില്ല. ഓക്കെ ഫൈൻ.
പിന്നെ അവിടുത്തെ എക്സാംസ് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു കരിക്കുലം അസസ്മെന്റ്സ് ഒക്കെ എങ്ങനെയാ വരുന്നതെന്നൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? എക്സാംസ് കമ്പ്യൂട്ടറിലാണ് ഏകദേശം എല്ലാ എക്സാംസും. പിന്നെ വൈവ ഉണ്ട്, പിന്നെ സെമിനാർസ് നടത്താറുണ്ട് എല്ലാ മന്തും. വേറെ വേറെ കൺട്രീസിലെ ഡോക്ടേഴ്സ് വന്ന് നമുക്ക് സെമിനാർ ഒക്കെ നടത്തി തരാറുണ്ട്. പിന്നെ പ്രോജക്ട് വർക്ക്സ് ഒക്കെ ഉണ്ട്. സോ ഈ എക്സാംസിന്റെ ഒരു പാറ്റേൺ എങ്ങനെയാണ് വരിക? നമുക്ക് എക്സാംസ് 2 മാസം കൂടുമ്പോ നമുക്ക് മിഡ് ടേം നടത്താറുണ്ട് കമ്പ്യൂട്ടറിൽ. ഓ ഓക്കെ. പിന്നെ ചില സബ്ജക്ട്സ് സെം വൈസ് എക്സാം കാണും, അല്ലെങ്കിൽ ചിലത് ഇയർ വൈസ് എക്സാം കാണും. ഓക്കെ, അതിപ്പോ നിങ്ങൾക്ക് ഈ നമ്മുടെ ടൈം ടേബിള് കാര്യങ്ങളൊക്കെ പ്രയർലി പറഞ്ഞ് അതെ. അല്ലേ? അതെ, ഈ 2 മാസം പഠിപ്പിച്ച ടോപ്പിക്ക് അന്നേരം തന്നെ അവർ മിഡ് ടേം ഇട്ട് എക്സാം നടത്തും. സോ നമുക്കത് എന്നിട്ടാണ് ഓക്കെ ആണ്, നമ്മളത് പഠിച്ചു എന്നുള്ളത് വൺസ് കൺഫേം ചെയ്തതിന് ശേഷമാണ് നിങ്ങൾ സെമസ്റ്റർ എക്സാമിലേക്ക് പോവുക. അതെ അതെ ഓക്കെ, അതപ്പം നല്ല കാര്യല്ലേ? അപ്പം ഒരു ഫെയിലിയർ എന്നുള്ള ഒരു ടെൻഷൻ ഇല്ലല്ലോ. ഇല്ല, എല്ലാം കവർ ചെയ്യാൻ പറ്റും. അപ്പൊ ഒരു മാർക്കൊക്കെ ആ ഒരു എക്സാമിൽ മാർക്കൊക്കെ കുറവാണെങ്കിൽ എങ്ങനെയാ? നമുക്ക് ട്യൂട്ടേഴ്സ് വീണ്ടും സെപ്പറേറ്റ്ലി നമ്മളത് പഠിച്ച് വീണ്ടും എഴുതണോ? അതെ, നമ്മൾ അതിൽ ഫെയിൽ ആയിപ്പോയാൽ നമുക്ക് റീ എക്സാം നടത്തും. ഓക്കെ ഓക്കെ. നിങ്ങളുടെ ഒരു ക്ലാസ് സ്റ്റുഡന്റ് ടീച്ചർ റേഷ്യോ എങ്ങനെയാണ് വരിക? നിങ്ങൾക്ക് ഒരു ബാച്ചിൽ എത്ര സ്റ്റുഡൻസ് ഉണ്ട്? ഞങ്ങള് എന്റെ ക്ലാസ്സിൽ ഇപ്പോ 20 സ്റ്റുഡൻസ് ഉണ്ട്. നമുക്ക് ഇന്ത്യൻ സ്റ്റുഡൻസ് വേറെ, അർമീനിയൻ സ്റ്റുഡൻസ് വേറെ ആയിട്ടാണ് നമുക്ക് ക്ലാസ് നടത്താറ്. ഇന്ത്യൻ സ്റ്റുഡൻസോ അതോ ഇന്റർനാഷണൽ സ്റ്റുഡൻസ് വേറെ, അർമേനിയൻ സ്റ്റുഡൻസ് വേറെ? ഇന്റർനാഷണൽ സ്റ്റുഡൻസ്. ഓക്കെ ഓക്കെ, ഫൈൻ ഫൈൻ, ശരി ശരി. അപ്പൊ നിങ്ങളുടെ ഹോസ്റ്റലിലൊക്കെ കൂടെ ഇന്ത്യൻസ് തന്നെയാണോ, അതോ നിങ്ങൾ ഒരു കുറച്ചുകൂടെ ലാംഗ്വേജ് ഒക്കെ എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടോ? വേറെ ആൾക്കാരൊക്കെ ഉണ്ടോ? ഉണ്ട്. ഉണ്ട്. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ ആണ്. കോളേജ് ലൈഫ് എങ്ങനെയാണ്? എൻജോയ്മെന്റ് ഒക്കെ ഉണ്ടോ? എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന യൂണിവേഴ്സിറ്റി ആണോ എന്നാണ് ചോദ്യം. അതെ അതെ, നമുക്ക് ഫെസ്റ്റിവൽസ് ഒക്കെ നടത്താറുണ്ട് യൂണിവേഴ്സിറ്റിയിൽ. സെലിബ്രേഷൻസ് ഒക്കെ ഉണ്ട്. ഉണ്ട്. ഓക്കെ, അപ്പൊ കൂടുതൽ ഇപ്പം നിങ്ങൾക്ക് ടീച്ചേഴ്സ് അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ ടീച്ചേഴ്സ് ഒക്കെ അവൈലബിൾ ആണോ അവിടെ? അതെ അതെ, ഇന്ത്യൻ ടീച്ചേഴ്സ് ഒക്കെ ഉണ്ട്. ഉണ്ട്. സോ അപ്പം സേഫ്റ്റിയുടെ കാര്യത്തിലോ അല്ലെങ്കിൽ നമുക്കൊരു ആവശ്യം വന്നാൽ നമുക്ക് പെട്ടെന്ന് അപ്രോച്ച് ചെയ്യാനുള്ള ആൾക്കാരൊക്കെ അവിടെ ഉണ്ടല്ലേ? ഉണ്ട്. ഓക്കെ ഫൈൻ. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നിലവിൽ ഇപ്പൊ നന്ദനയുടെ അടുത്ത് വന്നിട്ടുള്ളത്. പിന്നെ കഡാവർ ആൻഡ് സ്റ്റിമുലേറ്റഡ് ബോഡി ഡിഫറൻസ് ഒന്ന് പറയാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അത് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് ഷഹൻഷായ്ക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. ഹലോ, ക്വസ്റ്റ്യൻ കേട്ടായിരുന്നു ഷഹൻഷാ? അതെ. കഡാവർ ആൻഡ് സ്റ്റിമുലേറ്റഡ് ബോഡിയുടെ മെയിൻ ആയിട്ടുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ ലൈക്ക് കഡാവർ എന്ന് പറയുമ്പോഴത്തേക്കും ലൈക്ക് ഡിസീസ്ഡ് ആയിട്ടുള്ള ഒരു ബോഡിയാണ്. അതിനകത്ത് നമുക്ക് എന്ത് ചെയ്താലും നമുക്ക് ഓർഗൻസും അനാട്ടമി എന്ന രീതിയിൽ മാത്രമേ പഠിക്കാൻ പറ്റൂ. റിയാക്ഷൻസും കാര്യങ്ങളും ഒന്നും നമുക്ക് പഠിക്കാൻ പറ്റൂല. ലൈക്ക് സ്റ്റിമുലേറ്റഡ് ബോഡി വരുമ്പോഴത്തേക്കും നമുക്ക് ലൈക്ക് ഓർഗൻസും വർക്കിംഗ് കണ്ടീഷൻസും ബോഡിയുടെ നമ്മൾ എന്തൊക്കെ ട്രീറ്റ്മെന്റ് ചെയ്താൽ ഏതൊക്കെ രീതിയിലുള്ള എഫക്റ്റ് വരും, ഏതൊക്കെ പ്രൊസീജിയർ പ്രോപ്പറായിട്ട് ചെയ്താൽ കറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും, തെറ്റ് വന്നാൽ അത് കറക്റ്റ് ചെയ്യാൻ പറ്റും എന്ന രീതിയിലുള്ള കുറെ ഡിഫറൻസുകളുണ്ട്. ലൈക്ക് നമ്മളൊരു കഡാവറിനകത്ത് നമ്മൾ ലൈക്ക് ഒരു ഇൻസേർഷൻ ചെയ്യുവാണ് എന്ന രീതിയിൽ പ്രോപ്പറായിട്ട് വെയിൻ കിട്ടാതെ ഇൻസേർഷൻ ചെയ്യുവാണെങ്കിൽ അത് പ്രോപ്പറായിട്ട് റിയാക്ഷൻ കാണിക്കും. അപ്പൊ നമുക്ക് മനസ്സിലാവും അത് കറക്റ്റ് ആയിട്ടല്ലേ ചെയ്തിട്ടുള്ളത് എന്ന രീതിയിൽ സ്റ്റിമുലേറ്റഡ് ബോഡി. പിന്നെ വേറെ ഏതെങ്കിലും നമുക്ക് സർജറീസ് കാര്യങ്ങൾ എന്ന രീതിയിൽ ലൈക്ക് മെയിൻ ആയിട്ട് പ്രഗ്നൻസി സ്റ്റിമുലേറ്റഡ് ബോഡി എന്ന രീതിയിലുണ്ട്. ലൈക്ക് പ്രഗ്നൻസി പ്രോപ്പറായിട്ട് നമ്മൾ ഹാൻഡിൽ ചെയ്തില്ല, എന്തൊക്കെ ഡേഞ്ചറസ് കേസസ് വരും, അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവാൻ പറ്റും നമ്മൾ പഠിക്കുന്ന നേരം. ഇങ്ങനെയുള്ള കുറെ ഡിഫറൻസ് ആണ് കഡാവർ ആൻഡ് സ്റ്റിമുലേറ്റഡ് ബോഡി എന്ന രീതിയിലുള്ള വ്യത്യാസം വരുന്നത്. ലൈക്ക് നമുക്ക് പ്രൊസീജിയേഴ്സ് ചെയ്ത് പഠിക്കാം. നമ്മൾ ക്ലിനിക്കലി പഠിക്കുന്നതിന് മുമ്പ് നമുക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു ഐഡിയ തരും സ്റ്റിമുലേറ്റഡ് ബോഡീസ് എങ്ങനെയാണ് കറക്റ്റ് ആയിട്ട് ഈ പ്രൊസീജിയർ ആണ് ചെയ്യുന്നത്, ഈ പ്രൊസീജിയർ ചെയ്തില്ലെങ്കിൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് വരാൻ പോകുന്നത് എന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പൊ നമ്മുടെ ഇന്ത്യൻ എഡ്യൂക്കേഷന്റെ ഏറ്റവും വലിയൊരു പോസിറ്റീവ് ആയിട്ട് എല്ലാവരും കാണുന്നത് ഈ കഡാവർ അവൈലബിലിറ്റി ആണ്.
സോ ഈ ലൈക്ക് നമ്മളിപ്പോൾ MBBS എബ്രോഡിന് വേണ്ടി നമ്മുടെ അടുത്ത് ഒരു സ്റ്റുഡൻസോ പേരൻസോ വന്നു കഴിഞ്ഞാലും അവരുടെ ഏറ്റവും വലിയ കൺസേൺ എന്ന് പറയുന്നത് ഈ എബ്രോഡ് കൺട്രീസിലൊന്നും കടാവർ അവൈലബിൾ അല്ല. സോ ദ എഡ്യൂക്കേഷൻ വിൽ നോട്ട് ബി കംപ്ലീറ്റ് വിത്തൗട്ട് എ കടാവർ എന്നുള്ളൊരു തോട്ട് പ്രോസസ് ആണ് നമ്മുടെ ആൾക്കാർക്കുള്ളത്. അത് ഭയങ്കര ഒരു ഓക്കെ, അപ്പൊ അത് ഭയങ്കര അതിന് തെറ്റിദ്ധാരണയാണ്. explanation ഒരു ലിമിറ്റ് വരെ നമുക്ക് ലൈക്ക് പറഞ്ഞോ. ഒരു ലിമിറ്റ് വരെ നമുക്ക് ഒരു ലിമിറ്റ് വരെ കടാവിനകത്ത് പഠിക്കാൻ പറ്റും. ലൈക്ക് അനാട്ടമി ആൻഡ് ഫിസിയോളജി എന്ന രീതിയിൽ മാത്രമേ പഠിക്കാൻ പറ്റും. ബാക്കി ഡ്രഗ്സിന്റെ റിയാക്ഷൻസ് അല്ല സർജറി കാര്യങ്ങൾ അങ്ങനത്തുള്ള പ്രൊസീജിയേഴ്സ് റോങ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ലൈക്ക് ഇന്ത്യ അബ്രോഡ് ഒരു മെഡിക്കൽ എത്തിക്സ് എന്ന രീതിയിൽ നമുക്കൊരു സബ്ജക്ട് ഉണ്ട് പഠിക്കാൻ. ഇങ്ങനെയാണ് പേഷ്യന്റിനെ ട്രീറ്റ് ചെയ്യുന്നത്, ഇങ്ങനെയാണ് പ്രോട്ടോകോൾ എന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ പ്രോപ്പറായിട്ട് നമ്മൾ ഫോളോ ചെയ്താലേ ആ മെഡിക്കൽ സ്റ്റാൻഡേർഡ്സിനെ നമ്മൾ ഫോളോ ചെയ്യണം കറക്റ്റ്. എന്നാലേ നമ്മൾ ഡോക്ടറായിട്ട് പ്രോപ്പറായിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നമുക്ക് സ്റ്റിമുലേറ്റഡ് ബോഡീസ് ആദ്യം ഏറ്റവും കൂടുതൽ പഠിക്കുന്ന കാര്യങ്ങൾ വൃത്തി. അല്ല നമ്മൾ ആണ്ട് ബുക്കിൽ പഠിച്ചിട്ട് ഡയറക്റ്റ് പേഷ്യന്റിന് ചെന്ന് ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ അവർക്ക് വല്ലതും പറ്റി കഴിഞ്ഞാൽ നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റൂല. അപ്പൊ നമ്മൾ അങ്ങനത്തെ പ്രോപ്പർ ആയിട്ടുള്ള പ്രോട്ടോകോൾസ് ഫോളോ ചെയ്ത് എല്ലാ പ്രൊസീജിയേഴ്സും പഠിച്ച് നമ്മളെ അപ്പോഴും നമ്മൾ ഡയറക്റ്റ് പേഷ്യൻസ് എടുത്ത് പോയാൽ പോലും നമ്മളെ ഡോക്ടർ സജസ്റ്റ് ചെയ്യാനുണ്ട്. അപ്പൊ നമ്മൾ പ്രോപ്പർ ആയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്ത് പഠിക്കാനും അത് എത്ര വേണമെങ്കിലും എത്ര ടൈം ആയാലും നമുക്ക് ഇരുന്ന് പഠിക്കാൻ പറ്റും. ഇപ്പൊ എർബിന്റെ കേസിലാണെങ്കിൽ എത്ര നേരം വേണമെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ ഇരുന്ന് പഠിക്കാൻ പറ്റും, പ്രശ്നമില്ല. പ്രൊഫസേഴ്സ് നമ്മളെ കൂടെ നിൽക്കും, ഇങ്ങനെയാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. ആ പ്രൊസീജിയേഴ്സ് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യാനും പ്രോട്ടോകോൾ ഫോളോ ചെയ്യാനും കറക്റ്റ് ആയിട്ട് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരും. അപ്പൊ ഈ സ്റ്റിമുലേറ്റഡ് ബോഡി ഇൻ ദ സെൻസ് ഇപ്പം മനസ്സിലാവാത്ത ഇനിയും അല്ലെങ്കിൽ സ്റ്റിമുലേറ്റഡ് ബോഡി എന്നതുകൊണ്ട് മനസ്സിലാവാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ചോദിക്കുന്നത്. സ്റ്റിമുലേറ്റഡ് ബോഡി എന്ന് പറഞ്ഞാൽ നമ്മളൊരു പ്രോഗ്രാം ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഹൗ എ ഹ്യൂമൻ ബോഡി എക്സാക്ട്ലി റിയാക്ട്സ്, ഒരു പെയിൻ വന്നാൽ അല്ലെങ്കിൽ ഒരു ഡിസീസ് വന്ന ഒരാൾ എങ്ങനെ റിയാക്ട് അല്ലെങ്കിൽ സിംറ്റംസ് എന്താണ്, റിയാക്ഷൻ എന്താണ് എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റുമോ? പ്രോപ്പർ ആയിട്ട് നമ്മൾ കാണേണ്ട എന്ത് പ്രൊസീജിയർ ആണ് അത് നമ്മൾ കാണേണ്ട ഫീഡ് ചെയ്യുന്നു. ഫീഡ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ അതിനകത്ത് ആ പ്രൊസീജിയർ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ നമ്മൾ തെറ്റിച്ച് കഴിഞ്ഞാൽ അത് റിയാക്ട് ചെയ്യും. ഓക്കെ, മെയിനായിട്ട് പ്രഗ്നൻസിയുടെ കേസിലാണെങ്കിൽ നമുക്ക് പ്രോപ്പറായിട്ട് ബേബിയെ പുറത്ത് കൊണ്ടുവരാൻ നേരത്ത് പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ ആ സിറ്റുവേഷൻസ് കാണിക്കും, അങ്ങനത്തെ റിയാക്ഷൻസ് തരും. ലൈക്ക് റിയൽ ലൈഫിൽ നമ്മൾ ആദ്യമേ കയറി ചെയ്യാനൊന്നും വല്ലതും പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വേറെ ഒന്നും ചെയ്യാൻ പറ്റൂല. നമുക്ക് ഒരുപാട് കേസസ് കേട്ടിട്ടുണ്ടല്ലോ പണ്ട് കാലം തൊട്ടേ. നമുക്ക് ഡെലിവറിയോട് കൂടി അമ്മ മരിച്ചു, കുഞ്ഞ് മരിച്ചു, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. സോ അങ്ങനത്തെ പ്രോബ്ലംസ് ഒക്കെ കുറച്ച്, അതായത് പുതിയ ഡോക്ടേഴ്സിന് അല്ലെങ്കിൽ ആ ഒരു എക്സ്പീരിയൻസ് മുന്നേ കിട്ടുന്നതിന് ഈ പറഞ്ഞ സ്റ്റിമുലേറ്റഡ് ബോഡി നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അല്ലേ? ഹെൽപ്പ് ചെയ്യും. അതാണ് പറഞ്ഞത്. ലൈക്ക് അപ്ഡേറ്റ് ആയിട്ടില്ല, നമ്മുടെ നാട്ടിൽ ഇനിയും അപ്ഡേറ്റ് ആവാനുണ്ട്. അവിടേക്ക് അബ്രോഡ് എല്ലാ മിക്കുള്ള യൂണിവേഴ്സിറ്റിയിലും എല്ലാം ഇങ്ങനെ അപ്ഡേഷൻസ് വരുന്നുണ്ട്. കാര്യം മെഡിക്കൽ പ്രൊസീജിയേഴ്സും പ്രോട്ടോകോളും പ്രോപ്പർ ആയിട്ട് ഫോളോ ചെയ്താലേ കാര്യമുള്ളൂ. ആക്ച്വലി ഞാൻ കേട്ടിട്ടുണ്ട് എബ്രോഡ് കൺട്രീസിൽ കടാവർ എന്ന് പറയുന്ന ആ ഒരു സിസ്റ്റം ലീഗലി ബാൻഡ് ആണ്. അല്ലെങ്കിൽ ഒരാളുടെ മരണശേഷം വിത്തൗട്ട് ഹിസ് ഓർ ഹെസ് പെർമിഷൻ അവരുടെ ബോഡി നമ്മളിങ്ങനെ ഒരു സ്റ്റഡി പർപ്പസിന് യൂസ് ചെയ്യാൻ പാടില്ല എന്ന് പല കൺട്രീസിലും ഇത് ലീഗലി ബാൻഡ് ആണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. സോ അപ്പോൾ അങ്ങനെയുള്ള കേസസിൽ നമ്മൾ ചില കൺസൾട്ടൻസികളുടെയൊക്കെ പരസ്യത്തിൽ നമ്മൾ കാണുന്നുണ്ട് കടാവർ അവൈലബിൾ എന്ന് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അത് എത്രത്തോളം നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റും? അത് പല കൺട്രീസും ബേസ് ചെയ്ത് നടക്കിയിരിക്കും. പിന്നെ യൂണിവേഴ്സിറ്റി എവിടൊക്കെയാണ് നമുക്ക് ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്ത് നടക്കിയിരിക്കും. എർബിനിയുടെ കേസസ് പറയുകയാണെങ്കിൽ ഓൺ ഹോസ്പിറ്റൽ ഉണ്ട് എർബിനിക്ക്. അപ്പം അവർക്ക് വലിയ പ്രശ്നം ഉണ്ടാകത്തില്ല. അപ്പം ഓൺ ഹോസ്പിറ്റൽ ഇല്ലാത്ത വരുമ്പോഴത്തേക്കും വേറെ ഹോസ്പിറ്റൽസിൽ കൊണ്ടുപോയി കണക്ട് ചെയ്ത് ക്ലാസ് എടുക്കുമ്പോഴത്തേക്കും പ്രശ്നങ്ങൾ വരും. ഓക്കെ, അങ്ങനെയാണല്ലേ. സോ അർമേനിയന്റെ കേസിൽ ഇങ്ങനെ ഇത് നമുക്ക് ലീഗലി അങ്ങനെ ഒരു പ്രശ്നമുണ്ടോ, അല്ലെങ്കിൽ ലീഗലി അങ്ങനെ ബാൻഡ് ആണോ? നമുക്ക് എല്ലാ യൂണിവേഴ്സിറ്റിയിലും ഇങ്ങനെ തന്നെയാണോ സ്റ്റിമുലേറ്റഡ് ബോഡി വെച്ചിട്ടാണ് സ്റ്റുഡൻസ് പഠിക്കുന്നത്? മോസ്റ്റ്ലി സ്റ്റിമുലേറ്റഡ് ബോഡീസ് ആണ്. കടാവർ ഉണ്ട്, എന്നാലും സ്റ്റിമുലേറ്റഡ് ബോഡീസ് ആണ്. കാരണം പ്രൊസീജിയേഴ്സ് പ്രോപ്പർ ആയിട്ട് പഠിക്കാം. ഓക്കെ, ഫൈൻ. ഓക്കെ, പാർട്ട് ടൈം അവൈലബിൾ ആണോ? പാർട്ട് ടൈം പഠിച്ചുകൊണ്ട് ഒരു MBBS കോഴ്സ് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യാൻ, പാർട്ട് ടൈം ചെയ്തുകൊണ്ട് ഒരു MBBS കോഴ്സ് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. പാർട്ട് ടൈം കോഴ്സ് പാർട്ട് ടൈം ആയിട്ട് നമുക്ക് നിൽക്കാൻ പറ്റും. ലൈക്ക് നമുക്ക് ഫസ്റ്റ് ഇയർ ടു ഫോർത്ത് ഇയർ ഒക്കെ രീതിയിൽ ാണ് നമുക്ക് പാർട്ട് ടൈം ചെയ്യാം. ഫിഫ്ത് ഇയറും ചെയ്യാൻ പറ്റും. ലൈക്ക് ഫൈനൽ ഇയർ വരുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് ലൈക്ക്
നമുക്ക് ക്ലിനിക്കൽസ് കാണും, കാര്യങ്ങൾ കാണും. അപ്പോഴത്തേക്കും കുറച്ച് പാടായിരിക്കും ഇപ്പൊ. എന്നാലും പാർട്ട് ടൈം ഉണ്ട്, അവൈലബിൾ ആണ്. വർക്ക് ചെയ്യുന്ന ഇഷ്ടം പോലെ പേരുണ്ട്. ഞാനും പാർട്ട് ടൈമിന് പോയിട്ടുണ്ട്. പാർട്ട് ടൈം നല്ല സാലറി കിട്ടും, കുഴപ്പമില്ലാത്ത രീതിയിൽ. നമ്മളെ ചെലവുകളും നല്ല രീതിയിൽ ഓടിപ്പോവും. ഓക്കെ, അപ്പൊ അവിടെ പാർട്ട് ടൈം ചെയ്ത് സർവൈവ് ചെയ്യുന്ന കുട്ടികളുണ്ടോ? എങ്ങനെയാണ്, അറിയോ അതിനെപ്പറ്റി? നന്ദനയൊക്കെ പാർട്ട് ടൈമിന് പോകുന്നുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ക്വസ്റ്റ്യൻ നന്ദനയോട് ചോദിക്കാം. ഹായ് നന്ദന. ഹായ്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ നമുക്ക് നന്ദനയോട് ചോദിക്കാം. നന്ദന പാർട്ട് ടൈം ചെയ്യുന്നുണ്ടെന്ന് ഓൾറെഡി ഷാൻഷ പറഞ്ഞു. എങ്ങനെയുണ്ട് ഇവിടെ പാർട്ട് ടൈം ചെയ്തുകൊണ്ട് കോഴ്സ് കണ്ടിന്യൂ ചെയ്യാൻ, അല്ലെങ്കിൽ കോഴ്സ് അറിയാലോ, MBBS എന്ന് പറയുന്നത് നമുക്കും അറിയാം വാസ്റ്റ് ആയിട്ട് പഠിക്കാനുള്ള ഒരു കോഴ്സാണ്. സോ ഈ പാർട്ട് ടൈം ജോബ് ചെയ്തുകൊണ്ട് MBBS പഠിക്കുന്ന എങ്ങനെയുണ്ട് അവിടെ നിങ്ങൾക്ക് റിലാക്സ്ഡ് ആണോ? നിങ്ങളുടെ സ്റ്റഡി പാക്കേജ് എങ്ങനെയാണ്, എങ്ങനെയാണ് അവേഴ്സ് ഒക്കെ എങ്ങനെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്? ക്ലാസ്സസ് 3 to 4 hours അല്ലെങ്കിൽ 4 to 5 hours ഒക്കെ വരുന്നുള്ളൂ. അതുകൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ട് വർക്കും ക്ലാസ്സും എല്ലാം. ബേസിക്കലി എന്ത് വർക്ക്സ് ആണ് നിങ്ങൾ ഇപ്പൊ നിങ്ങളുടെ കൂടെ ഉള്ളവരൊക്കെ ചെയ്യുന്നത്, അല്ലെങ്കിൽ നന്ദന പോകുന്നതും എന്ത് പാർട്ട് ടൈം വർക്കാണ്? ബേസിക്കലി ഇവിടെ ഗെയിമിംഗ് കമ്പനി അല്ലെങ്കിൽ ഈ ബേക്കിംഗ് ഷോപ്പ്, സൂപ്പർ മാർക്കറ്റ്, അവിടേക്കാണ് നോർമലി എല്ലാരും ജോലി ചെയ്യാറ്. എങ്ങനെ കംഫർട്ടബിൾ ആണോ? അപ്പൊ ഈ ലാംഗ്വേജിന്റെ നിങ്ങൾ ഫസ്റ്റ് ഇയർ തൊട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ? എങ്ങനെയത്? ഇല്ല, ഞാൻ സെക്കൻഡ് ഇയർ തൊട്ടാണ് പോയി തുടങ്ങിയത്. ഓക്കെ, ശരി. കൂടെ ഉള്ളവരെല്ലാരും വർക്ക് ചെയ്യുന്നുണ്ടോ? ആ, കുറച്ചു പേരൊക്കെ ചെയ്യുന്നുണ്ട്. എങ്ങനെ ഏർണിങ്സ് ഒക്കെ എങ്ങനെയാ വരുന്നത് നിങ്ങൾക്ക് എന്തൊക്കെ മീറ്റ് ചെയ്യാൻ നമുക്ക് ഫീസ് അടയ്ക്കാൻ പറ്റുമോ? കുറെ ആൾക്കാർ അങ്ങനെ ചോദിക്കുന്നുണ്ട്, ഇതുകൊണ്ട് ഫീസ് അടയ്ക്കാൻ പറ്റുമോ, പാർട്ട് ടൈം ചെയ്ത് ഫീസ് അടച്ച് പഠിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട്. സേവ് ചെയ്ത് വെച്ചാൽ നമുക്ക് ഫീസ് ഒക്കെ കവർ ചെയ്യാൻ പറ്റും. പിന്നെ ഹോസ്റ്റൽ ഫീസ്, നമ്മുടെ ചെലവ്, അതെല്ലാം ഇതിനകത്ത് മീറ്റ് ആയി പോക്കോളൂ അല്ലേ? ഓക്കെ ഓക്കെ, ഫൈൻ. നന്ദന ഇവിടുന്ന് പോയപ്പോ എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കിയത്? ഒരു MBA സ്റ്റഡി ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിച്ചതെന്ന്? യൂണിവേഴ്സിറ്റിക്ക് എല്ലാം ഈ NMC, WHO അതൊക്കെ ഉണ്ടാവും നോക്കി. പിന്നെ റാഗിങ് ഫ്രീ ആണോ നോക്കി. പിന്നെ പ്രാക്ടിക്കൽസ്, ഈ യൂണിവേഴ്സിറ്റിക്ക് സ്വന്തമായിട്ട് ഹോസ്പിറ്റൽ ഉണ്ടോ, പ്രാക്ടിക്കൽസ് ഒക്കെ കിട്ടുമോ, അതെല്ലാം നോക്കി. അങ്ങനൊക്കെ. ഓക്കെ, അപ്പൊ ഇതിനൊക്കെ നന്ദനെ ഹെൽപ്പ് ചെയ്തത് എസ്മൗണ്ട് ആണല്ലോ. സോ എല്ലാവർക്കും അതെ. റെക്കമെൻഡ് ചെയ്യുന്നുണ്ടോ? ഇപ്പൊ നമ്മുടെ മീറ്റിംഗിൽ ഉണ്ട്. ആൾക്കാരുണ്ട്. ഇപ്പൊ എല്ലാവരും കൺഫ്യൂസ് ആയിരിക്കും, എങ്ങനെ ഒരു ഏജൻസി ചൂസ് ചെയ്യാം, ഈ ഏജൻസിനെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റുമോ, അങ്ങനെ ഒരുപാട് ഡൗട്ട്സ് ഉണ്ടാവും. ഇപ്പം ഋഷികേഷിനെ ആണെങ്കിലും അല്ലെങ്കിൽ നമ്മളെ ആണെങ്കിലും ഒരു സ്റ്റുഡന്റിനെ ട്രസ്റ്റ് ചെയ്യാം എന്ന് നന്ദന ഇപ്പം നമ്മളോട് കൂടിയിട്ട് 3 വർഷമായി. അപ്പൊ 3 വർഷമായിട്ട് എന്താണ് നന്ദനയുടെ എക്സ്പീരിയൻസ്? ഞാൻ 100% എല്ലാവർക്കും വെസ്റ്റ് മൗണ്ട് സജസ്റ്റ് ചെയ്യുന്നുണ്ട്. ഒരു കുഴപ്പമില്ല. എല്ലാ കാര്യത്തിനും അവര് കൂടെ ഉണ്ട്. ഇപ്പൊ പേപ്പർ വർക്ക്സ് ആണെങ്കിലും യൂണിവേഴ്സിറ്റിയിലെ കാര്യങ്ങളാണെങ്കിലും എല്ലാത്തിനും അവരുണ്ട് കൂടെ. പേടിക്കാനൊന്നുമില്ല. എല്ലാരും ചൂസ് ചെയ്യുക. ഓക്കെ ഓക്കെ, താങ്ക് യു ഫോർ യുവർ വാല്യുബിൾ ഫീഡ്ബാക്ക്. താങ്ക് യു. ഓക്കെ, നന്ദനയുടെ അമ്മയെ നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ മീറ്റിംഗിൽ. അപ്പൊ മാമിനോട് കുറെ ക്വസ്റ്റ്യൻസ്, ഓൾറെഡി പാരന്റ്സ് ആണെന്ന് തോന്നുന്നു, കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ടുണ്ട് മോളെ പഠിക്കാൻ വിട്ടതിനെ റിലേറ്റഡ് ആയിട്ട്. മാം ഒന്ന് ലൈനിൽ വരാമോ? വന്നല്ലോ. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ് മാം, ഹൗ ആർ യു? ഗുഡ് ഈവനിങ്. സുഖല്ലേ? മാമിന്റെ വീഡിയോ കാണുന്നില്ല. കാണാം. യെസ്, കേൾക്കാമോ? കേൾക്കാം, പറഞ്ഞോളൂ. മാമിനോട് വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ, ഒരു കൺസൾട്ടന്റിനെ ചൂസ് ചെയ്യുന്നതിന് മുമ്പ് ആസ് എ പേരന്റ് മാം എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിച്ചതെന്നാണ്. ഞാൻ വെസ്റ്റ് മൗണ്ടിനെ സമീപിക്കുന്ന സമയത്ത് കുറെ ആശങ്കകൾ എനിക്കുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഫസ്റ്റ് യൂണിവേഴ്സിറ്റിയുടെ കാര്യങ്ങൾ, അതുപോലെ തന്നെ അക്കാഡമിക് നിലവാരം, ആ യൂണിവേഴ്സിറ്റിയുടെ അക്കാഡമിക് നിലവാരത്തെക്കുറിച്ച്, ഹോസ്റ്റൽ ഫെസിലിറ്റി, ഫുഡ്, പിന്നെ ട്രാൻസ്പോർട്ടേഷൻ, പിന്നെ ഒരു ഗേൾ എന്ന നിലയിൽ പിന്നെ കുട്ടി അവിടെ സുരക്ഷിതയാകുമോ, അങ്ങനെയൊക്കെ ഒരുപാട്. അതെ, പ്രത്യേകിച്ച് ഏക മകളായതുകൊണ്ട് ഇത്ര എബ്രോഡ് വിട്ട് പഠിപ്പിക്കുമ്പോൾ നമ്മളെല്ലാം നോക്കണമല്ലോ.
അപ്പോൾ യെസ് മാം. അതിനെക്കുറിച്ച് ഞാൻ ആ സമയത്ത് സമീപിച്ച സമയത്ത് ആശങ്കകൾ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ എനിക്ക് ടെൻഷൻ ഫ്രീ ആണ്, യാതൊരു ആശങ്കകളും ഇല്ല. 101% വളരെ റെസ്പോൺസിബിൾ ആയിട്ടാണ് കാര്യങ്ങളെല്ലാം വെസ്റ്റ് മൗണ്ട് ചെയ്തിരിക്കുന്നത്. ഡോക്ടർ ഋഷികേശ് ആയാലും 24 hours നമ്മൾ എന്ത് കാര്യത്തിന് വിളിച്ചാലും വളരെ റെസ്പോൺസിബിലിറ്റി ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ മറ്റ് ഇനിയുള്ള ബാച്ചിലെ കഴിഞ്ഞ വർഷം പോയ കുട്ടികളുടെ പേരൻസ് അവർ ഇപ്പോഴും കോണ്ടാക്ട് ചെയ്യാറുണ്ട്. ഇതുവരെ ഒരു പരാതിയും എന്നോട് പറഞ്ഞിട്ടുമില്ല. അപ്പം 100% എല്ലാ കാര്യങ്ങളും ഭംഗിയായി ചെയ്തു. എല്ലാം നല്ല കാര്യമേ പറയാനുള്ളൂ. ഓക്കെ മാം. ഈ സേഫ്റ്റി കൺസേൺസ് എങ്ങനെയാണ് മാം ഓവർകം ചെയ്തത്? ഇപ്പൊ നമ്മളിപ്പം ആസ് എ കൺസൾട്ടന്റ് ഇപ്പൊ ഞാൻ വിളിച്ചിട്ട് ഒരു സ്റ്റുഡന്റിന്റെ പേരന്റിനോട് പറയാണ് യു ക്യാൻ ട്രസ്റ്റ് മീ, അല്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റുഡന്റ് അല്ലെ നിങ്ങളുടെ കുട്ടി സേഫ് ആണ് എന്ന് ഞാൻ പറയുന്നതിനെക്കാട്ടിലും 3 വർഷമായി മാമിന്റെ മോള് ഇപ്പൊ അർമേനിയയിലാണ്. ആള് നാട്ടിൽ വരാറുണ്ട്. ഇനി ഫോണിൽ കൂടെ പറയാൻ പറ്റിയില്ലെങ്കിൽ അവിടെ നിന്ന് പറയാൻ പറ്റിയില്ലെങ്കിലും നാട്ടിൽ മാമിന്റെ അടുത്ത് വരുമ്പോൾ നിങ്ങളുടെ പേഴ്സണൽ ടോക്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു കംപ്ലൈന്റ് വന്നിട്ടുണ്ടോ നന്ദനയുടെ ഭാഗത്ത് നിന്ന് എനിക്ക് ഒരിക്കലും പറ്റുന്നില്ല? ഇല്ല. എനിക്ക് എന്നോട് മോള് കഴിഞ്ഞ തവണ വന്നപ്പോ എന്നോട് പറഞ്ഞ അമ്മ ഇവിടുത്തെക്കാട്ടി നമ്മുടെ കേരളത്തെക്കാട്ടി വളരെ സേഫ് ആണ് അവിടെ. അവിടെ ഒരു ക്രൈം ഇല്ല, പെൺകുട്ടികൾ അവിടെ സേഫ് ആണ്, എന്തുകൊണ്ടും നല്ലൊരു രാജ്യം തന്നെയാണ്, എങ്ങനെ നോക്കിയാലെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടുന്ന് പോയി കുട്ടികൾ എല്ലാവരും സേഫ് ആണ്, ആരും ഒരു പരാതിയും ഇതുവരെ പറഞ്ഞിട്ടില്ല. ഈ പോയ കുട്ടികളുടെ എല്ലാം പേരൻസുമായിട്ട് എനിക്ക് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. ആരും തന്നെ ഇതുവരെ ഒരു പരാതി എന്നോട് പറഞ്ഞിട്ടില്ല. ഓക്കെ ഓക്കെ മാം. മാം ഈ ലോൺ അവൈലബിലിറ്റി, മാം നന്ദന ലോൺ എടുത്തിട്ടാണോ പഠിക്കുന്നത്? എന്താണ് ഈ അതെ. ലോണിന്റെ അവൈലബിലിറ്റി കാര്യങ്ങളൊക്കെ ഒന്ന് പറയോ? എനിക്ക് ലോൺ ഉണ്ട്. അപ്പൊ ലോണ് നമ്മള് 2 months കൊണ്ടാണ് നമുക്ക് ലോൺ അതിന് സാങ്ഷനായി കിട്ടിയത്. അതിന്റെ പേപ്പർ വർക്കും കാര്യങ്ങളും ഒക്കെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നമുക്ക് ഋഷികേശ് ഡോക്ടർ എല്ലാം ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ വളരെ വേഗം തന്നെ ഞാൻ നവംബർ ഫസ്റ്റ് വീക്കാണ് അപ്ലൈ ചെയ്തത്. എനിക്ക് ഡിസംബർ ലാസ്റ്റ് വീക്ക് തന്നെ എനിക്ക് ലോൺ സാങ്ഷനായി കിട്ടി. പേപ്പർ വർക്കും കാര്യങ്ങളും ഒക്കെ എല്ലാം വളരെ ഈസി ആയിരുന്നു. അതിനകത്തിലൊരു കുഴപ്പം ഉണ്ടായില്ല. ഓക്കെ. അപ്പം എർബുനി യൂണിവേഴ്സിറ്റിന്റെ പേപ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് അങ്ങനെ ഇപ്പൊ ചില ആൾക്കാർ പറയുന്നുണ്ട് ലൈക്ക് നമുക്ക് എഡ്യൂക്കേഷൻ ലോൺ അവൈലബിൾ അല്ല MBBS അബ്രോഡ് പഠിക്കാൻ, അങ്ങനത്തെ കുറെ ടോക്സ് ഒക്കെ വരുന്നുണ്ട്. സോ നിങ്ങൾക്ക് അങ്ങനെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല? ഇല്ലില്ല, അത് ചില ബാങ്കുകൾ എന്ന് പറയുമ്പോൾ ആദ്യം അവര് വലിയൊരു ബാങ്കിന്റെ ഒരു ഇത് കാണിക്കുന്നതാണ്. പക്ഷെ നമുക്ക് ലോൺ തരാൻ ഉദ്ദേശിക്കുന്ന ഞാൻ പിന്നെ ബാങ്ക് ഓഫ് ബറോഡയിൽ നിന്നാണ് ലോൺ എടുത്തത്. പക്ഷെ എന്നോട് മാനേജർ വളരെ നല്ല രീതിയിൽ പെരുമാറുകയും എനിക്ക് 2 മാസം കൊണ്ട് വിവരങ്ങളൊക്കെ പറഞ്ഞ് അവിടുന്ന് എർബിനി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പേപ്പറും കാര്യങ്ങളൊക്കെ അവര് സമയത്തിന് തന്നെ തരികയും നമുക്ക് പെട്ടെന്ന് തന്നെ അത് കിട്ടുകയും ചെയ്തു. അതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് വലിയ താമസം നേരിട്ടില്ല. ഇല്ല. നമ്മുടെ സ്റ്റുഡൻസ് ഇവിടെ പോകുന്നതിന് മുമ്പ് തന്നെ ലോൺ കിട്ടുമോ, അതോ എങ്ങനെയാണ്? വൺസ് സ്റ്റുഡൻസ് അവിടെ റീച്ച് ചെയ്ത് കഴിഞ്ഞിട്ടാണോ പേപ്പേഴ്സ് ഒക്കെ കിട്ടുക? ഹലോ മാം, കേൾക്കാമോ? അത് നമുക്ക് അവിടെ ചെന്നതിന് ശേഷമാണ് എടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം അത് നല്ലതെന്നല്ല, അവിടെ ചെന്നതിന് ശേഷമാണ് ലോണിന്. കാരണം കുട്ടി അവിടെ ചെന്നതിന് ശേഷം പേപ്പർ വർക്കും കാര്യങ്ങളും ഒക്കെ അവിടുന്ന് തന്നെ ആ പേരന്റിനെ അയച്ചു കൊടുക്കണ്ടേ. അപ്പൊ അവിടെ ചെന്നതിന് ശേഷം ആണ് ലോണിന് കൂടുതൽ സാധ്യതയുള്ളത്. ഇവിടെ വെച്ച് നമ്മുടെ കുട്ടിയുടെ അവിടെ പേപ്പറും കാര്യങ്ങളും അവിടുത്തെ അഡ്മിഷൻ എടുത്തിട്ടുള്ള പേപ്പറും കാര്യങ്ങളും എല്ലാം ഇവിടെ നമ്മൾ സബ്മിറ്റ് ചെയ്യാണ്ടായിട്ട് വരുന്നുണ്ട്. അപ്പൊ ആ സമയത്ത് പിന്നെ ഇവിടെ നമ്മളിപ്പം ലോണ് കുട്ടി പഠിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ലോൺ മാമിന്റെ വോയിസ് ബ്രേക്ക് ആവുന്നുണ്ട്. നെറ്റ്വർക്ക് കുറച്ചും കൂടെ ഓക്കെ അവർക്കത് ആയിട്ട് എങ്ങോട്ടെങ്കിലും സ്വീകാര്യമല്ല. മാം. അപ്പൊ അവിടെ ചെന്നതിന് ശേഷം ലോണിന് ശ്രമിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. നന്ദന പോയതിനു ശേഷമാണ്, നന്ദന നവംബറിൽ പോയി. നന്ദന പോയതിനു ശേഷമാണ് പേപ്പർ വർക്കും കാര്യങ്ങളും ഒക്കെ ഞാൻ ചെയ്തത്. ഡിസംബർ ലാസ്റ്റിലാണ് എനിക്ക് ലോൺ സാങ്ഷൻ ആയി കിട്ടിയത്. അപ്പൊ ഞാൻ അങ്ങനെയാണ്. ഓക്കെ. മാമിന് എർബിനി യൂണിവേഴ്സിറ്റിയെ പറ്റി ഈ ഒരു 3 years ആയിട്ടുള്ള മാമിന്റെ ഒരു എക്സ്പീരിയൻസ് ഒന്ന് പറയാമോ? കേൾക്കാമോ? കേൾക്കാം. പറഞ്ഞോളൂ, ചോദിച്ചോളൂ. മാം ഈ ഒരു 3 yearsന്റെ നന്ദനയുടെ എർബിനി യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ഒരു ജേർണിയെ പറ്റി മാമിന്റെ അഭിപ്രായം ഒന്ന് പറയാമോ?
നമ്മുടെ ഇന്ത്യൻ കൾച്ചറിനെയും കസ്റ്റമിൻ എല്ലാം വളരെ റെസ്പെക്റ്റ് ആയിട്ട് കാണുന്ന ഒരു ഫാക്കൽറ്റീസ് ആണ് അവിടെ ഉള്ളത്. അതുപോലെ തന്നെ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും അത് പിന്നെ പുറത്തുള്ള ഫേമസ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റിയിൽ നിന്നും പിന്നെ പ്രൊഫസേഴ്സ് വന്ന് ക്ലാസ് എടുക്കുന്നുണ്ട്. മോളെന്നോട് പറയാറുണ്ട്, സെമിനാർ നടത്താറുണ്ട്, അതിൻ്റെയൊക്കെ ഫോട്ടോസൊക്കെ എനിക്ക് അയച്ചു തരാറുമുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ എനിക്ക് എർബിനി മെഡിക്കൽ യൂണിവേഴ്സിറ്റിയെ കുറിച്ച് വളരെ നല്ല അഭിപ്രായം തന്നെയാണ്. ഞാൻ പ്രതീക്ഷിച്ചതിലപ്പുറം വളരെ വളരെ നന്നായിട്ട് കാര്യങ്ങൾ പോകുന്നുണ്ട്. ഓക്കെ, താങ്ക് യു മാം, താങ്ക് യു ഫോർ യുവർ വേർഡ്സ്. നന്ദന, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നന്ദനയോടാണ്. ചോദിച്ചോളൂ. ഇവിടെ ഒരു കുട്ടിയുടെ ഡൗട്ട്, അപ്പാർട്ട്മെന്റ് ആണോ ഹോസ്റ്റൽ ആണോ നന്ദന ചൂസ് ചെയ്തത്, ഏതാണ് ബെറ്റർ? അങ്ങനെ ചോദിച്ചാൽ രണ്ടും ബെറ്റർ ആണ്. പിന്നെ ഒന്നുകൂടി നല്ലത് ഹോസ്റ്റലാണ്. കാരണം കൂടെ എല്ലാരും കാണും, സ്റ്റുഡൻസ് പിന്നെ റെപ്രസെന്റേറ്റീവ് എല്ലാരും കാണും. ഓക്കെ, നന്ദന ഇപ്പോഴും ഹോസ്റ്റലിൽ തന്നെയാണോ? അല്ല, ഞാൻ അപ്പാർട്ട്മെന്റിലാണ്. ഓക്കെ, അപ്പൊ നമ്മളൊരു ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ ഒക്കെ നമ്മൾ സ്റ്റുഡൻസ് എപ്പോഴും ഹോസ്റ്റലിൽ ചൂസ് ചെയ്യുന്നത് തന്നെയാണ് നല്ലത് അല്ലേ? വൺസ് നമ്മൾ ആ രാജ്യവുമായിട്ട് കംഫർട്ടബിൾ ആയി അഡാപ്റ്റ് ആയി കഴിഞ്ഞാൽ പിന്നീട് നമ്മുടെ ചോയ്സ് ആണ്. അതെ. ഓക്കെ, ഫൈൻ ഫൈൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഋഷി സാറിനോടാണ്. ഋഷി ലൈവ് അല്ലേ? യാ, ഒരു ക്വസ്റ്റ്യൻ, വാട്ട് അബൌട്ട് FMGE ന്യൂ റൂൾസ്? ഈ യൂണിവേഴ്സിറ്റി അത് ഫോളോ ചെയ്യുന്നുണ്ടോ ഇല്ലയോ? അതെ അതെ, NMCയുടെ എല്ലാ റൂൾസ് ആൻഡ് റെഗുലേഷൻസും നോക്കിയിട്ടാണ് നമ്മൾ അഡ്മിഷൻ ചെയ്യുന്നതും നമ്മുടെ യൂണിവേഴ്സിറ്റി എല്ലാം ഫോളോ ചെയ്യുന്നുണ്ട്. എന്ന് പറയുമ്പം ഇംഗ്ലീഷ് മീഡിയത്തിലാണ് ക്ലാസ്, പിന്നെ ഇത്ര മന്ത്സ് ആണ് നമുക്ക് NMCക്ക് വേണ്ടി, അത് നമ്മൾ ഓൾറെഡി കഴിഞ്ഞ വെബിനാറിനെല്ലാം ക്ലിയർ ചെയ്തതാണ്. അപ്പം അങ്ങനെയുള്ള എല്ലാ കുറച്ച് ന്യൂ ജോയിനീസ് ഉണ്ട്. സോ 54 മന്ത്സ് എന്നുള്ള ആ ഒരു ടൈം പീരീഡ് നമ്മുടെ യൂണിവേഴ്സിറ്റി ഫോളോ ചെയ്യും. 54 മന്ത്സ് പ്ലസ് 12 മന്ത് ഇന്റേൺഷിപ്പ് ആണ്. അതാണ് നമുക്ക് NMCക്ക് വേണ്ടുന്നത്. അതാണ് നമ്മുടെ യൂണിവേഴ്സിറ്റിയും ഫോളോ ചെയ്യുന്നത്. പിന്നെ സെയിം കൺട്രിയിൽ തന്നെ ഡിഗ്രി കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്രൂവൽ വേണം എന്ന് പറഞ്ഞാൽ ആ കൺട്രിയുടെ അപ്രൂവലും വേണം. അതും നമ്മുടെ യൂണിവേഴ്സിറ്റി കൊടുക്കുന്നുണ്ട്. പിന്നെ ഇംഗ്ലീഷ് മീഡിയത്തിലായിരിക്കണം ക്ലാസ്, അതും ചെയ്യുന്നുണ്ട്. ഇംഗ്ലീഷ് മീഡിയത്തിൽ തന്നെയാണ് ക്ലാസ് നടക്കുന്നത്. സോ റൊട്ടേറ്ററി ഇന്റേൺഷിപ്പിനുള്ള എല്ലാ ഫെസിലിറ്റീസും സ്റ്റുഡൻസിന് നമ്മുടെ ഹോസ്പിറ്റലിൽ തന്നെ അവൈലബിൾ ആണ്. 54 മന്ത്സ് പ്ലസ് 12 മന്ത്സ് ആണ് ഇന്റേൺഷിപ്പ് നമുക്ക് വരുന്നത്. നമുക്ക് അതിൽ കൂടുതൽ വരുന്നുണ്ട്. അപ്പം മിനിമം അത്രയും വരണമെന്നേ ഉള്ളൂ NMCക്ക്. നമുക്ക് അതിൽ കൂടുതൽ വരുന്നുണ്ട്. ഓക്കെ ഓക്കെ ഫൈൻ. സോ ഒരു സ്റ്റുഡന്റ് ചോദിച്ചിരിക്കുന്നത്, ഇപ്പം നമ്മുടെ നാട്ടിലാണെങ്കിൽ 5.5 വർഷം പഠിച്ചാൽ മതിയല്ലോ, ഇത് 6 വർഷം പഠിക്കണ്ടേ? സോ അത്രയും ടൈം വേസ്റ്റ് അല്ലേന്ന്? MBBS അല്ലേ, അപ്പം അതാ കുറച്ച് നന്നായിട്ട് പഠിക്കട്ടെ. അപ്പം നമ്മുടെ നാട്ടിലെ വെച്ച് നോക്കുമ്പം രാവിലെ തൊട്ട് വൈകിട്ട് വരെയുള്ള ക്ലാസ് ഇല്ല ഇവിടെ. എന്ന് പറയുമ്പോൾ നമുക്ക് ഈസി ആയിട്ടൊന്നും ഞാൻ പറയില്ല, പ്രാക്ടിക്കൽസും കൂടുതലായതുകൊണ്ട് എൻജോയ് ചെയ്ത് പഠിക്കാൻ പറ്റും. അതിനെക്കാട്ടി കൂടുതൽ രാവിലെ ഒരു 8 മണി തൊട്ട് വൈകിട്ട് 5 മണി വരെയുള്ള ക്ലാസ് അല്ല നമുക്ക് ചിലപ്പോൾ ഒരു 4 hours ആയിരിക്കും ക്ലാസ്, അല്ലെങ്കിൽ 3 hours ആയിരിക്കും, ചിലപ്പോൾ അത് 5 hours കാണും. അപ്പോൾ മാക്സിമം നമുക്ക് കൂളായിട്ട് എൻജോയ് ചെയ്ത് തന്നെ ഇരുന്ന് പഠിക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഇത്രയും ഇയറും കൂടുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ക്ലാസ്സസ് കുറവാണ്. അപ്പം കറക്റ്റ് 54 മന്ത്സ് പ്ലസ് 12 മന്ത്സ് ഇന്റേൺഷിപ്പ് കണക്ട് ചെയ്യാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. ഓക്കെ ഓക്കെ ഫൈൻ. നമുക്ക് ഈ 6 years അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു 6 months എക്സ്ട്രാ, ഇവിടുത്തെ കാട്ടിലും ഒരു 6 മാസം എക്സ്ട്രാ എന്ന് പറയുമ്പോൾ അത് ഒരിക്കലും അവരുടെ ഒരു ടൈം പീരീഡ് ഒരു വേസ്റ്റ് അങ്ങനെയല്ല. കാരണം നമുക്ക് നാട്ടിലുള്ള ക്ലാസ്സസ് എന്ന് പറഞ്ഞാൽ ഹെക്ടിക് ആണ്. ക്ലാസ് രാവിലെ 8 മണി തൊട്ട് വൈകിട്ട് 5 മണി വരെ ക്ലാസ് ആണ്. എല്ലാ സ്റ്റുഡൻസും ക്ലാസ് ആണ്. നമുക്ക് എബ്രോഡ് വരുമ്പോൾ മിക്കുള്ള യൂണിവേഴ്സിറ്റീസിനാണെങ്കിലും മിക്കുള്ള കൺട്രീസിനാണെങ്കിലും ഒരു 3 hours അല്ലെങ്കിൽ 4 hours മാത്രമേ കാണത്തുള്ളൂ ഒരു ദിവസം ക്ലാസ്. ചിലപ്പോൾ അത് 5 hours ആവാം, ബട്ട് എന്നും അങ്ങനെ ക്ലാസ്സസ് ഇല്ല. അപ്പൊ നമുക്ക് ഫ്രീ ടൈം കുറെ കൂടുതലാണ്. നമുക്ക് ഫ്രീ ആയിട്ടുള്ള മൈൻഡിൽ ഇരുന്ന് പഠിക്കുകയും ചെയ്യാം. കുറച്ച് റിലാക്സ് ചെയ്ത് പഠിക്കാം. നമ്മുടെ ഇവിടുത്തെ പോലെ ഒരു ടൈറ്റ് പാക്ക് അല്ല അല്ലേ? ഇല്ല. അതെ അതെ. ഓക്കെ ഓക്കെ ഫൈൻ. അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, NMC റൂൾസ് വെച്ച് വിത്തൗട്ട് നീറ്റ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇന്ത്യയിൽ വർക്ക് ചെയ്യാൻ പറ്റുമോ? അത് നമ്മൾ ഓൾറെഡി ക്ലിയർ ചെയ്ത കാര്യമാണ്. നമ്മൾ നേരത്തെയും ബാക്കിയുള്ള കൺട്രീസിന്റെ കാര്യം പറഞ്ഞത്. നമ്മൾ സ്പെസിഫിക് ആയിട്ട് പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ നീറ്റ് ക്ലിയർ ചെയ്തിട്ട് വരുന്നതായിരിക്കും ബെറ്റർ. ബട്ട് നീറ്റ് ക്വാളിഫൈഡ് ആയാൽ മതിയല്ലോ. നീറ്റ് ക്വാളിഫൈ ആയാൽ മതി, ജസ്റ്റ് ക്വാളിഫൈ ആയാലും മതി. ഇന്ത്യയിൽ വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ നീറ്റ് ക്വാളിഫൈ ആവണം. പിന്നെ നമുക്ക് കുറെ സ്റ്റുഡൻസ് എൻക്വയറി, റസിയ മാം ലാസ്റ്റ് ദിവസം തന്നെ വിളിച്ചു പറഞ്ഞു, കുറെ എൻക്വയറീസ് വരുന്നതെന്ന് പറഞ്ഞാൽ നീറ്റ് അവർക്ക് വേണ്ട, കാരണം എബ്രോഡ് വർക്ക് ചെയ്യാനാണ് അവർക്ക് താല്പര്യം, എബ്രോഡ് സെറ്റിൽ ആവാനാണ് അവർക്ക് താല്പര്യം. അങ്ങനെയുള്ള സ്റ്റുഡൻസിന് നീറ്റ് നോക്കേണ്ട ആവശ്യമേ ഇല്ല. നീറ്റ് ഇന്ത്യക്ക് വേണ്ടിയുള്ളതാണ്. അപ്പം എബ്രോഡ് ബാക്കി ഏത് കൺട്രീസിന് വർക്ക് ചെയ്യാനാണെങ്കിലും നീറ്റിന്റെ ആവശ്യമില്ല.
ഓക്കെ, നമ്മളൊരു ഗൂഗിൾ ഫോം നമ്മുടെ ചാറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതൊന്ന് ഫില്ല് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റുഡൻസിനാണെങ്കിലും നമ്മുടെ എക്സ്പെർട്ട് കൗൺസിലേഴ്സിന്റെ കോൾ ബാക്ക് ഉണ്ടാവും. അവരിതിൽ ഇപ്പൊ ഇനിയുള്ള ഡൗട്ട്സോ കാര്യങ്ങളോ ഒക്കെ നമുക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് തന്നെ അവർ പറഞ്ഞു തരും. ഇപ്പൊ നമ്മൾ ആകെ ഒരു 1 to 1.5 hours മാക്സിമം പ്ലാൻ ചെയ്തിരുന്ന ഒരു വെബിനാർ ആണ്. ഓൾറെഡി ഇറ്റ്സ് 9 o'clock 8:45 ആയിട്ടുണ്ട്. സോ അപ്പൊ എല്ലാവരും ആ ഫോം ഒന്ന് ഫില്ല് ചെയ്യാം. അപ്പൊ നമ്മൾ ഇവിടുന്ന് കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് എല്ലാ ഡീറ്റെയിൽസ് കാര്യങ്ങളും പറഞ്ഞു തരുന്നുണ്ടാവും. ഇപ്പൊ ഓൾറെഡി ഇപ്പൊ ഷാൻഷ ട്രാവലിംഗ് ആണ്, ആൻഡ് നന്ദനയും റിയയും എക്സാമിന്റെ പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് ബിസിയാണ്. സോ അപ്പൊ നമുക്കിത് വൈൻഡപ്പ് അതേപോലെ ചെയ്ത് തന്നെ നന്ദനയുടെ മദർ ഇത്രയും നേരം നമ്മുടെ അടുത്ത് സംസാരിച്ചു, കുറെ കാര്യങ്ങൾ Yes. മാറ്റി വെച്ചിട്ട്. അതെ, അപ്പം നന്ദനയുടെ മദറിന് ഒരു താങ്ക്സ് ആദ്യമേ പറയുന്നു. കാരണം എല്ലാ ജോലികളും മാറ്റി വെച്ചിട്ടാണ് ഞാനിപ്പോ വന്ന് സംസാരിച്ചത്. അപ്പം മാമിന്റെ ഒരു ബിസി ഷെഡ്യൂളാണ്. ആക്ച്വലി ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നു, ആളൊരു വൈസ് പ്രിൻസിപ്പൾ ആണ് ഒരു സ്കൂളിന്റെ. സോ അപ്പൊ അതിന്റേതായ ജോലി തിരക്കുകൾ, സ്കൂൾ ഓപ്പണിംഗ് ആണ്. സോ എന്തായാലും അതിന്റേതായ തിരക്കുകളും കാര്യങ്ങളും മാമിനും ഉണ്ട്. അപ്പൊ അതൊക്കെ മാറ്റി വെച്ചിട്ട് ഇത്രയും സമയം നമ്മളോടൊന്ന് അൺമ്യൂട്ട് ചെയ്ത് നമ്മളോട് സംസാരിക്കാൻ വേണ്ടി ഫ്രം ദ ബിഗിനിങ് ഓഫ് ദ മീറ്റിംഗ് മാം ഇതിൽ തന്നെ ക്ഷമയോടെ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ റിക്വസ്റ്റ് മാനിച്ചിട്ട്. സോ അതിന് മാമിന് ഒരുപാട് താങ്ക്സ് ഉണ്ട്. ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കൂടി വന്നിട്ടുണ്ട്. ഓക്കെ, അമേരിക്കൻ MBBS 2 years ഇന്റേൺഷിപ്പ് ഉണ്ട്. ഇന്ത്യയിൽ പ്രാക്ടീസ് ചെയ്യാൻ അഡീഷണൽ 1 year ഇന്റേൺഷിപ്പ് വീണ്ടും ചെയ്യേണ്ടി വരുമോ? സോ ടോട്ടൽ 3 year ഇന്റേൺഷിപ്പ് ചെയ്യണോ? സോറി, അർമേനിയൻ, ഇറ്റ്സ് നോട്ട് അമേരിക്കൻ, അർമേനിയൻ. അതാണ് ഞാൻ നോക്കിയത്. ഓക്കെ, എന്ന് പറയുമ്പോൾ നമുക്ക് 6 വർഷത്തെ കോഴ്സാണ് വരുന്നത്. അതിനകത്ത് 1 year ഇന്റേൺഷിപ്പ് ആഡഡ് ആണ്. 6 വർഷത്തെ കോഴ്സിൽ 1 year ഇന്റേൺഷിപ്പ് ആഡഡ് ആണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് നാട്ടിൽ വന്ന് FMGസിന്, അതായത് നാട്ടിൽ വർക്ക് ചെയ്യണം എന്നുള്ളവർക്ക് നാട്ടിൽ വന്നിട്ട് 1 year ഇന്റേൺഷിപ്പ് ചെയ്യണം. അത് ഏതൊരു കൺട്രി പഠിച്ചാലും, എബ്രോഡ് ഏതൊരു കൺട്രി പഠിച്ചാലും തിരിച്ച് നാട്ടിൽ വന്നിട്ട് 1 year ഇന്റേൺഷിപ്പ് ചെയ്യണം. അത് FMG ക്ലിയർ ചെയ്ത് കഴിഞ്ഞിട്ടാണ് ചെയ്യേണ്ടത്. ഓക്കെ, FMG എക്സാമിന്റെ ഒരു പാസിംഗ് റേഷ്യോ അല്ലെങ്കിൽ ഇത് ക്ലിയർ ചെയ്യാൻ പറ്റുന്നുണ്ടോ കുട്ടികൾക്ക്? ഇന്ത്യയിലെ കുട്ടികൾക്ക് ഇന്ത്യൻ സ്റ്റുഡൻസും എഴുതണമല്ലോ അല്ലെ? നെക്സ്റ്റ് ആയി കഴിയുമ്പോൾ അതെ ഇന്ത്യൻ അതെ, സ്റ്റുഡൻസ് ഇനി തൊട്ട് എഴുതണം. നമുക്ക് FMG മാറിയിട്ട് 2028 മുതൽ നെക്സ്റ്റ് എന്ന് പറയുന്ന എക്സാം വരികയാണ്. എന്ന് പറയുമ്പം FMGയും എബ്രോഡ് പഠിക്കുന്ന സ്റ്റുഡൻസും നാട്ടിൽ പഠിക്കുന്ന സ്റ്റുഡൻസിനും സെയിം എക്സാം വരാൻ പോവാണ്. ഓക്കെ, അങ്ങനെ വരുമ്പോൾ കുറച്ചുകൂടെ ടൈറ്റ് മാറും. എന്ന് പറയുമ്പോൾ ഇത്രയും നാളും എബ്രോഡ് പഠിച്ച സ്റ്റുഡൻസ് മാത്രമായിരുന്നു FMG എഴുതിക്കൊണ്ടിരുന്നത്. ഇനി നാട്ടിൽ പഠിക്കുന്ന സ്റ്റുഡൻസും സെയിം എക്സാം ആണ് എഴുതാൻ പോകുന്നത്. അപ്പം ടഫ് അല്ല എന്നല്ല ഞാൻ പറയുന്നത്. കറക്റ്റ് ഒരു സെക്കൻഡ് ഇയർ തൊട്ട് നോർമൽ ആയിട്ട് പഠിച്ചു പോകുന്ന ഒരാൾക്ക് FMG ക്ലിയർ ചെയ്യാൻ പറ്റും. ഓക്കെ, നിങ്ങളുടെ കരിക്കുലത്തിന്റെ ഉള്ളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് തന്നെയല്ലേ ഉള്ളൂ അതെ അതെ, അത് മാത്രമേ ഉള്ളൂ. FMGയിലാണെങ്കിലും നെക്സ്റ്റിലാണെങ്കിലും വരുന്നത്. സോ നമ്മൾ അതെ അതെ, അത് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു നമ്മൾ സ്റ്റുഡന്റ് MBBS എന്ന് പറയുന്ന ഡിഗ്രിയാണ് പഠിക്കുന്നത്. അപ്പം ഒരു ദിവസം ഒരു മിനിമം 3 hours എന്തെങ്കിലും പഠിക്കണം. അത് അങ്ങനെ പഠിക്കുന്ന ഒരാൾക്ക് FMG ഈസി ആയിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റും. ഓക്കെ ഓക്കെ ഫൈൻ. പ്ലീസ് ആൻസർ മൈ ക്വസ്റ്റ്യൻ എന്ന് വീണ്ടും ചോദിച്ചിട്ടുണ്ട്. അത് ഈ സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്, നമ്മൾ ഓൾറെഡി ആൻസർ ചെയ്തു. ആൻഡ് ആ ഇംഗ്ലീഷ് കൺട്രീസ് ഏതൊക്കെയാണെന്ന് ഒന്നും കൂടി പറയാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഏതാ, മറ്റേ നീറ്റിന്റെ ആണോ? നീറ്റ് എഴുതാതെ പോകുന്നവർക്ക് PG ചെയ്തിട്ട് തിരിച്ചു വന്ന് വർക്ക് ചെയ്യാൻ പറ്റുന്ന അങ്ങനെയുള്ള ഓപ്ഷൻ നമ്മൾ മാക്സിമം കൊടുക്കുന്നില്ല. ബട്ട് അങ്ങനെ വേണം എന്നുള്ളവർക്ക് അതിന്റെ ഓപ്ഷൻസ് ഞാൻ പറഞ്ഞുതരാം. ഓസ്ട്രേലിയ, ന്യൂസിലൻഡ്, കാനഡ, US, UK, ഇത്രയും കൺട്രിയാണ് 5 countries. ഈ 5 countries സ്റ്റിൽ നൗ ആ റൂള് ലൈവ് ആണ്. ബട്ട് NMCയുടെ അതെ അതെ അതെ, ബട്ട് ഇനി മാറുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ ഉറപ്പുള്ള ഒരു കാര്യം മാത്രമേ പറഞ്ഞിട്ട് കാര്യമുള്ളൂ. യെസ്, ഇതിപ്പോ നമ്മളിപ്പോ 5 year പഠിച്ചിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്കും NMC റൂൾസ് കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അതെ, ഓക്കെ ഫൈൻ. അതേപോലെ തന്നെ ഇന്ത്യയിൽ വർക്ക് ചെയ്യണം എന്നില്ല എന്നുള്ള സ്റ്റുഡൻസിന് നീറ്റിന്റെ കാര്യമേ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. നീറ്റ് വേണ്ട, നമുക്ക് അഡ്മിഷൻ എടുക്കാൻ നീറ്റിന്റെ ആവശ്യമില്ല. ഓക്കെ. ഫീസിന്റെ കാര്യം ഒന്നും കൂടി പറയാമെന്ന് ചോദിച്ചിട്ടുണ്ട്. ലൈക്ക് അപ്പൊ ഈ വെബിനാർ ശ്രദ്ധിച്ചില്ല എന്നാണ് കേട്ടോ അതിന്റെ അർത്ഥം. നമ്മുടെ ഫീസ് കറക്റ്റ് ഫിഗർ ഔട്ട് ചെയ്ത് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് ഒന്നോടെ പറയാം. നമുക്ക് ഫീസ് എന്ന് പറഞ്ഞാൽ പെർ ഇയർ ഫീസ് വരുന്നത് $4,500 ആണ്. എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 3,80,000 വരും പെർ ഇയർ. അത്രയാണ് ഫീസ് വരുന്നത്. ഓക്കെ, 6 years കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ ടോട്ടൽ എത്ര ചിലവ് വരും? നമുക്ക് ഏകദേശം ഒരു ഫീസും ബാക്കിയുള്ള നമ്മൾ സ്റ്റുഡൻസിന്റെ അടുത്ത് പറയുന്ന ഒരു കണക്കെന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 26 ലക്ഷം രൂപ അത്രയാണ് പറയുന്നത്. 26-28 അപ്രോക്സിമേറ്റ്ലി റൈറ്റ്? അതെ, നമുക്ക് ഒരിക്കലും ഇത് പറയാൻ പറ്റില്ലല്ലോ. ചില ഡിപ്പെൻസ് ആണ്. ചിലപ്പോൾ 10,000 രൂപയ്ക്ക് നിൽക്കുന്നവരുണ്ട്, 5,000 രൂപയ്ക്ക് നിൽക്കുന്നവരുണ്ട്, 25,000 രൂപയ്ക്ക് നിൽക്കുന്നവരുണ്ട്. അപ്പൊ അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ ഫൈൻ. സോ അപ്പം മുന്നോട്ട് നമ്മുടെ സ്റ്റുഡൻസിന്റെ എല്ലാ ഡൗട്ട്സും ക്ലിയർ ചെയ്യാനും അവരുടെ പ്രോസസ്സിങ്ങിനും എല്ലാത്തിനും നമ്മുടെ കൂടെ സാറും ഉണ്ടാവുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ആൻഡ് ഇപ്പൊ നമുക്ക് ഈ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യാം. ലൈക്ക് 8:50 ആയിട്ടുണ്ട് ടൈം. സോ നമ്മൾ ഇനി വീക്ക്ലി വെബിനാർസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അർമേനിയയുടെ ഡീറ്റെയിൽ വെബിനാർ നമ്മൾ ഇനിയും കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇപ്പൊ ജോയിൻ ചെയ്യാൻ പറ്റാത്തവർക്കും അല്ലെങ്കിൽ ഇനിയും ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനുള്ളവർക്കും ഒക്കെ ഓപ്ഷൻസ് ഇനി അവൈലബിൾ ആണ്.
അപ്പം നമ്മൾ ഇന്നത്തെ ഈ വെബിനാർ വൈൻഡപ്പ് ചെയ്യാണ്. ജോയിൻ ചെയ്ത എല്ലാ സ്റ്റുഡൻസിനും പാരന്റ്സിനും പിന്നെ ഇതിൽ സംസാരിക്കാൻ സമയം കണ്ടെത്തിയ ഇപ്പം ഋഷി, ഷഹൻഷാ, റിയ, നന്ദന, സുജ മാം എല്ലാവർക്കും താങ്ക് യു ആൻഡ് ഗുഡ് നൈറ്റ്.